ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് വീണ്ടും നമുക്ക് ധ്യാനിക്കാം. 90-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ്. സാധാരണ ഈ സങ്കീർത്തനം എല്ലാവരും എപ്പോഴും വായിക്കാറില്ല. നിങ്ങൾക്കറിയാം എപ്പോഴാണ് ഇത് വായിക്കുന്നത്? സാധാരണ അപ്പോൾ ദുഃഖഭവനങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷ വേളകളിൽ സാധാരണ ഈ സങ്കീർത്തനം കൂടെ കൂടെ വായിക്കുന്നത്. കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഈ സങ്കീർത്തനം വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ചിലര് ഓർഡറായിട്ട് വായിച്ചു വരുന്നവരുണ്ട്. അവര് 89 കഴിഞ്ഞത് വായിച്ചു നോക്കുകയുള്ളൂ. അല്ലാതെ സാധാരണ ഒരു പ്രാർത്ഥനയ്ക്ക് 90-ാം സങ്കീർത്തനം വായിക്കുമെന്ന് തോന്നുന്നില്ല. അഥവാ പിള്ളേർ വായിക്കാൻ തുടങ്ങിയാൽ പറയും, നിനക്ക് അതേ കിട്ടിയോളൂ എന്ന് ചോദിക്കും. അപ്പച്ചൻ വയ്യാതിരിക്കുന്നു നേരം എന്ന് പറഞ്ഞാൽ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെ മൂബിലെ പോകുന്നെന്നാ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പ്രായമുള്ളവരും പറയും, കുഞ്ഞിന് വേറെ സങ്കീർത്തനമൊന്നും ഇല്ല. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത സങ്കീർത്തനം വായിക്കും. അത് എപ്പോഴും വായിക്കും. അത് വളരെ സന്തോഷമാണ്. ഈ 90-ാം സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല സങ്കീർത്തനത്തിനെല്ലാം വളരെ പ്രാധാന്യമാണ്. കുവൈറ്റിലെ എനിക്കറിയത്തില്ല, നാട്ടിലൊക്കെ ഇപ്പം ദുരുപദേശക്കാർ ധാരാളം എഴുന്നേറ്റിട്ടുണ്ട്. അവർ പറഞ്ഞ സങ്കീർത്തനം വായിക്കരുതെന്ന. സങ്കീർത്തനം വായിക്കരുതെന്ന. അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വേറൊരിക്കലെ ഒരു വിദ്വാൻ ചോദിച്ചു, ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടിയത് ആരാന്ന്? ഏതാ പഴയ നിയമോ പുതിയ? അവനതാ അറിയേണ്ടത്. ഇത് ഈ പരുവത്തിന് നമ്മുടെ കയ്യിൽ തരാൻ ആ മിഷണറിമാരെന്ത് കഷ്ടപ്പെട്ടെന്നറിയാം. അന്നേരം ഈ വിവരദോഷി ചോദിക്കുക, ഇതെല്ലാം കൂടെ ഒന്നിച്ച്. ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ എന്ത് കഷ്ടപ്പെട്ടെന്നറിയാം. അച്ചുകൂടെ ഉണ്ടാക്കി. ഞാനെപ്പോഴും സാധാരണ നാട്ടിലൊക്കെ പറയും, ഈ ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ 2 കമ്പി ഇങ്ങനെ വെച്ച് ഇടയ്ക്കൊരു കമ്പി വെക്കുമ്പോൾ മുടുത്തൊരു കമ്പി ഒന്ന് വളച്ചാൽ മതി. അതാ. വേറൊരു കമ്പി ഇങ്ങനെ വെച്ചാൽ മതി, അത് സി. അയക്കാന്ന് ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം ഇംഗ്ലീഷ് അക്ഷരം പെട്ടെന്നാണ് നമുക്ക് എടുക്കാം. മലയാളം അങ്ങനെ ഒക്കെ ഒരു ഇത്ത എത്ര വളച്ചാലാ ഇത്ത അങ്ങോട്ട് തീർന്നപ്പം ചെറിയ വളയും പിന്നെ മുഴുവൻ വളയവാ അല്ലേ? അന്നേരം ഇണ്ണ ഊപാട് വരിക. അപ്പം ഇതൊക്കെ ഇച്ഛ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ? ഇറു മലയാളത്തിലെ എഴുത്തച്ഛൻ്റെ ഭാഷ പഠിച്ചാൽ റു അങ്ങനെയുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള ഈ അക്ഷരങ്ങളെല്ലാം പെറുക്കി ക്രമപ്പെടുത്തി ഇത് ചെയ്തു തന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സത്യവേദ പുസ്തകം നമ്മുടെ കയ്യിൽ തരാൻ. പെന്തിക്കോസുകാരും ഇതിനെ കഷ്ടപ്പെട്ടിട്ടില്ല. പെന്തിക്കോസുകാർ ഉപദേശങ്ങൾ പറയും. പക്ഷേ ഈ പുസ്തകം ഈ പരുവത്തിന് തരാൻ കഷ്ടപ്പെട്ടത് CMSലെ അല്ലെങ്കിൽ CSIയിലെ മിഷണറിമാരാണ്. പെന്തിക്കോസുകാരൊന്നും ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുകയില്ല. എന്നെ പറയും, പുള്ളി ഇപ്പം CSIയിലാന്നാ തോന്നുന്നത്. ഉടനെ അതിന് കയറി അത് നല്ല കാര്യത്തോട് യോജിക്കുകയല്ല. അവരൊത്തിരി കഷ്ടപ്പെട്ടതാണ് മിഷണറിമാർ. നന്നായിട്ട് അവർ സുവിശേഷം അറിയിച്ച ധാരാളം ഭക്തന്മാരുണ്ട്. എത്രയോ മിഷണറിമാർ കേരളത്തിലാണ് അവരെ അടക്കിയേക്കുന്നത്. ഇവിടെ ജീവിതം അവിടെ കൊണ്ട് ഇവിടെ തീർക്കുകയായിരുന്നു. ധാരാളം ഭക്തന്മാരായ ദൈവദാസന്മാർ. അപ്പം അങ്ങനെയുള്ളവർ വളരെ കഷ്ടപ്പെട്ട് വളരെ ബന്ധപ്പെട്ട ഈ പുസ്തകം നമുക്കൊന്ന് തരാൻ. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് വിവരം ഉണ്ടാകാനാണ്. നമുക്ക് വിവരം ഉണ്ടാകാനുള്ള നല്ല പുസ്തകം ഇതേ ഉള്ളൂ. എന്തേലും ഇച്ചിരി വിവരം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പുസ്തകം കിട്ടിയത് കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെയാണല്ലോ എഴുതിയേക്കുന്നത്. ഉൽപ്പത്തി വിവരം ആ 2-ാം അധ്യായത്തിലുണ്ടെന്ന് വായിച്ച്. ഉൽപ്പത്തി വിവരം അങ്ങനെ എഴുതിയേക്കുന്നത് കണ്ടോ? വായിക്കാനാ പറയാനല്ലല്ലോ പറഞ്ഞു. ആ
സൃഷ്ടിയും ആ. സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. ഉൽപ്പത്തി വിവരം, അതാ വിവരമെന്ന. അപ്പോൾ വിവരം വെക്കാനുള്ള നല്ല പുസ്തകമാ സത്യവേദ പുസ്തകം. ഇത് ശരിക്കും വായിച്ച് ധ്യാനിച്ചവർക്കെല്ലാം വിവരം ഉണ്ടായിട്ടുണ്ട്. ഇനി ആരേലും വിവരമില്ലെന്ന് ചിന്തയുണ്ടെങ്കിൽ ഇത് വായിച്ചാൽ മതി, വിവരം ഉണ്ടാകും. അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയ പുസ്തകമായി സത്യവേദ പുസ്തകം. അപ്പോഴാ ഒരുത്തൻ ചോദിക്കുന്നത്, രണ്ടും കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടിയത് അവനതാ അറിയണ്ടേ. അപ്പം വേറൊരു വിദ്വാൻ രംഗത്ത് വന്ന് പറഞ്ഞു, ഇതങ്ങ് കീറിക്കളഞ്ഞേക്കാൻ. ഏതാ പഴയ നിയമം എല്ലാം കൂടെ, ഇവനെല്ലാം ഭൂതവാ, അതെ എല്ലാം ശാശ. നിങ്ങൾ ഓർക്കുമ്പോൾ ഇവന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവമേ ഇവൻ്റെ ഭൂതം പോയി, ഇവന് വെളിവും വെള്ളിയാഴ്ച. നിങ്ങളുമായിട്ടായി പാണോന്ന് എനിക്കൊരു ഡൗട്ട്. ഇപ്പം പമ്മെന്ന് കാണുമ്പോൾ എനിക്ക് ഡൗട്ട് അടിക്കുന്നു. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ഈ 66 പുസ്തകം ദൈവത്തിന്റെ തിരുവെടുത്ത. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വരെ ഇത് തിരുവെടുത്ത. മനുഷ്യര് സംസാരിച്ചതും മനുഷ്യര് തമ്മിൽ സംസാരിച്ചതും ദൈവം ഇടപെട്ടതും ദൂതൻ വന്ന് പറഞ്ഞതും ആമൻ അരുളപ്പാട് ലഭിച്ചതും അത് എഴുത്തിൽ കൂടിയും ദർശനത്തിൽ കൂടിയും ഒക്കെ പല വിധത്തിൽ ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. എല്ലാ തിരുവെടുത്തും ദൈവശ്വാസ്യം, ദൈവത്തിന് മഹത്വം. ആട്ടെ, ചില കാര്യങ്ങൾ പറയുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സത്യവേദ പുസ്തകം 66 പുസ്തകമാ, 2 ഭാഗം, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം 39 പുസ്തകവും പുതിയ നിയമം 27 പുസ്തകവും. 40 എഴുത്തുകാരായി ഇത് എഴുതിയത്, ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട്. അതില് പ്രാരംഭത്തിൽ മോശയുടെ 5 പുസ്തകം പഞ്ചഗ്രന്ഥങ്ങൾ നമുക്കറിയാം, പിന്നീട് ചരിത്ര പുസ്തകമാണ്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. പിന്നെ സംഗീത പുസ്തകങ്ങൾ. അതിനുശേഷമായിട്ട് നമുക്കറിയാം പ്രവചന പുസ്തകം, വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും, യെശയ്യാവ് മുതൽ മലാഖി വരെ. പുതിയ നിയമത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ 5 പുസ്തകം അതും ചരിത്ര പുസ്തകമാണ്. ആ ചരിത്ര പുസ്തകത്തിൽ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രം. 5-ാമത്തെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി, ആദിമ സഭയുടെ ചരിത്രം. പിന്നീട് 21 ലേഖനങ്ങളാണ്, അത് മുഴുവൻ ഉപദേശങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. ഒടുവിൽ വെളിപ്പാട് പുസ്തകം 22 അധ്യായം, അത് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളതെല്ലാം ദൈവം മറച്ചു വെച്ചത് വെളിപ്പെടുത്തി കൊടുത്തു. അത് നമ്മൾ വായിക്കുന്നത് ആരുടെ വെളിപ്പാടാന്നാ? നന്നായിട്ടൊന്ന് പറഞ്ഞേ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. സ്തോത്രം. അങ്ങനല്ലേ വായിച്ചേ? യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ മുഴുവൻ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. അതാ കാണേണ്ടത്. പക്ഷെ പല ആൾക്കാർ ഈ മറ്റ് വിഷയങ്ങൾ പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കാണുന്നില്ല. വരുന്നവരും പോകുന്നവരും എല്ലാം മൃഗത്തിന്റെ കാര്യമാണ് പറയുന്നത്. അല്ല, ജനത്തിന് കേൾക്കാനും അതാ ഇഷ്ടം. അവിടുന്ന് കയറി വരുന്ന മൃഗം, ഇത് മൃഗത്തെ പറ്റി പറഞ്ഞ് കേട്ടവർക്കും പറയുന്നവർക്കും എല്ലാം ഏതാണ്ട് മൃഗത്തിന്റെ സ്വഭാവം, ഒരു കരുണയോ ആർദ്രതയോ ഒന്നുമില്ലല്ലോ. എന്നാൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. അതാ നമ്മൾ അറിയേണ്ടതും കാണേണ്ടതും ഗ്രഹിക്കേണ്ടതും. ഓരോ അധ്യായം നിങ്ങൾ പഠിച്ചോ, മുഴുവൻ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. എൻ്റെ വിഷയമല്ലല്ലോ, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ 66 പുസ്തകം. ഇതില് വളരെ ഈടുറ്റ പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. സങ്കീർത്തനം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എത്ര സങ്കീർത്തനമുണ്ട്? ഉറക്കെ പറ. 150 സങ്കീർത്തനം. ഈ 150 സങ്കീർത്തനം പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകമുണ്ടല്ലോ, മോശയുടെ പഞ്ചഗ്രന്ഥം. മോശയുടെ ഏതൊക്കെ?
ഇപ്പൊ നിങ്ങൾ ചിലർ ചിന്തിക്കുക ഇങ്ങനെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വന്നേക്കാം, ഇത് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന അല്ല, അത് അങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. എന്നാലും ഇതറിയാത്ത ചിലർ കണ്ടെന്ന് വരാം. അപ്പോൾ 5 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ എന്ന് പറഞ്ഞതുപോലെ ഈ 180 സങ്കീർത്തനവും 5 പുസ്തകങ്ങളായിട്ടാണ് പഠിക്കുന്നത്. സങ്കീർത്തനവും 5 പുസ്തകമാണ്. 42ന്റെ തലക്കെട്ട് വായിച്ചേ. ഓ, അതാണോ തലക്കെട്ട്? അങ്ങനെ വായിക്കേ. അപ്പൊ 1-ാം പുസ്തകം എവിടെ മുതലാ? 1 മുതൽ 41 വരെ 1-ാം പുസ്തകം. 42ന്റെ ഹെഡിങ് എങ്ങനെ? 2-ാം പുസ്തകം. ഇനി 73ന്റെ ഹെഡിങ് വായിര്. 3-ാം പുസ്തകം. അപ്പൊ 2-ാം പുസ്തകം എവിടം വരെ? 72 വരെ. ഇനി 90ന്റെ ഹെഡിങ് വായിര്. 4-ാം പുസ്തകം. അപ്പൊ 3-ാം പുസ്തകം എവിടം വരെ? 89 വരെ. ഇനി 107ന്റെ ഹെഡ് വായിര്. 5 നോക്കിയാ ചാന്നോ വായിക്കുന്നത്? ചുമ്മാ ഇരുന്നങ്ങ് പറയാതെ. 4 കഴിഞ്ഞ് 5 ഞാനും പഠിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ പുസ്തകം നോക്കി വായിക്കുന്ന നല്ലത്. അപ്പോൾ 5-ാം പുസ്തകം. അപ്പൊ 4-ാം പുസ്തകം എവിടം വരെ? 106 വരെ. 5-ാം പുസ്തകം എവിടം വരെ? 5-ാം പുസ്തകം എവിടം വരെ? ഈ ബഹളത്തിനിടെ ഞാൻ കേൾക്കുകയില്ലെന്നൊന്നും ഇരിക്കരുത്, എനിക്ക് നല്ല ശ്രദ്ധയാണ്. ദൈവത്തിന്റെ മകൻ. അപ്പോൾ 5 പുസ്തകങ്ങളായിട്ടാണ് ഈ 150 സങ്കീർത്തനത്തെ തിരിച്ചിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമായി സങ്കീർത്തനം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓരോ പുസ്തകവും അവസാനിപ്പിക്കുമ്പോൾ ആമേൻ എന്നുണ്ട്. 41ന്റെ ഒടുവിൽ വായിച്ച ആമേൻ ഇല്ലേ? വാക്യം വായിര്. ആമേൻ 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 ആമേൻ. ഇനി 72ന്റെ ഒടുവിൽ വായിച്ചേ. ഇശായി പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. അതിന്റെ മേളിലൊരു വാക്യം 12-ാം വാക്യത്തിൽ ആമേൻ. മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ ആമേൻ. അവിടെ ആമേനുണ്ട്. 89ന്റെ നേരെ മേളിൽ വായിച്ചേ. യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. അവിടെ ഉണ്ട് ആമേൻ. 106ന്റെ ഒടുവിൽ വായിച്ചേ. ജനമെല്ലാം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജനമെല്ലാം ആമേൻ. അപ്പൊ ഈ പുസ്തകങ്ങളെല്ലാം അവസാനിപ്പിക്കുമ്പോൾ ഒടുവിൽ ആമേൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആന്നാ. അപ്പോൾ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ സങ്കീർത്തനത്തിലെല്ലാം എഴുന്നു നിൽക്കുന്ന വിഷയം വ്യക്തി യേശുക്രിസ്തുവാണ്. ഇത് അറിയാത്ത പൊട്ടന്മാരാ പറയുന്നത് ഇത് വായിക്കരുത്, പഠിപ്പിക്കരുതെന്ന്. ഇവനെല്ലാം വിവരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ 150 സങ്കീർത്തനം എടുത്തോ, അതിലെല്ലാം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നിലനിൽക്കുന്ന ഒരേ ഒരു വ്യക്തിപ്രഭാവം, അത് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവുമാകുന്ന നസറയനാകുന്ന യേശുക്രിസ്തുവാണ്. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒത്തിരി വാക്യം തെളിയിക്കാനുണ്ട്. ഇപ്പൊ അതിനുള്ള സമയമല്ലല്ലോ ഇത്. പിന്നെ ഇത് വായിക്കരുതെന്ന് പഠിപ്പിക്കരുതെന്ന് പറയുന്ന വിവരദോഷികൾ വല്ലോ ഇതിനകത്ത് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള വിവരദോഷികൾ അറിയാൻ 2 വാക്യം ഇപ്പൊ തരാൻ. 2 എണ്ണം മതിയല്ലോ ഗുണമാകാനാന്നേ. 2 പോരെ, അതോ അതിൽ കൂടുതൽ വേണോ? 2 മതി. 2-ാം സങ്കീർത്തനം 12 വായിച്ചു. വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. മതി, അതല്ലേ അത്യാവശ്യം. ദൈവത്തിന് മഹത്വം. 22ന്റെ 11 മുതൽ വായിച്ചോ. കഷ്ടാനുഭവങ്ങളുടെ നീണ്ട പട്ടികയാ അവിടുത്തെ. ഈ പുള്ളിക്ക് ഒരു അവസരം കൊടുക്കുമായിരിക്കും, ഇങ്ങോട്ട് കൊടുത്തേ.
നമ്മൾ തന്നെ കമന്ന് കിടന്ന് വായിച്ചാലോ. കഷ്ടമനുസരിക്കാൻ കഷ്ടമനുസരിക്കാൻ എന്നെ വിട്ട് അകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ, നിങ്ങൾ കാൽവറുകിലേക്ക് കണ്ണുയർത്തിക്കേ. പീലാത്തോസിന്റെ കളത്തലത്തിലോട്ടൊന്ന് പോയേ, ആ മഹാപുരോഹിതന്മാരുടെ മുമ്പിലോട്ട് പോയി നിന്ന് അനേകം കാളകൾ അവിടുത്തെ വളഞ്ഞിരിക്കുക. അന്നാസും കയ്യപ്പാവും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും റോമൻ പടയാളികളും, യാതൊരു കരുണയില്ലാത്ത ദാക്ഷിണ്യമില്ലാത്ത പടയാളികൾ ചാട്ടവാരെടുത്ത് ഘോരമായി അവിടുത്തെ തിരുശരീരത്തിലടിച്ച് ചാട്ടവാരി പറിക്കുമ്പോൾ മാംസകഷണങ്ങൾ ഇരുന്ന് പറഞ്ഞു മാറുകയാ. ഇതായി സങ്കീർത്തനക്കാരൻ ആത്മാവിൽ വെളിപ്പെടുത്തി. അതുകൊണ്ട് ജാപ മരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ സോടെ ശാപത്തിൽ തൂങ്ങിയ നിനക്ക് വേദന വരുത്തി വച്ചത് നീജൻ ഞാനയ്യോ, നിനക്ക് വേദന ഗ്ലോറി നന്ദി കെട്ടങ്ങി നരക അഗ്നിയിൽ നിന്നും നേടാ നന്ദി അഗ്നിയിൽ നിന്നും നേടാൻ മന്നവ തിരു പൊൻകുരുതി ചിന്തി നിന്നല്ലോ. മന്നവ തിരു പൊൻകുരുതി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അപ്പൊ ഈ സങ്കീർത്തനത്തിലെല്ലാം പ്രധാനമായി കാണുന്ന വിഷയം നസറേയനാകുന്ന യേശുക്രിസ്തുവാണ്. ആ 22-ാം സങ്കീർത്തനം മുഴുവനും ഇവിടുത്തെ കഷ്ടാനുഭവങ്ങള് ഓർപ്പിക്കുന്ന തിരുവെഴുത്തല്ലയോ. ആട്ടെ, ഞാൻ തെളിവിനിപ്പം 2 കാര്യം തന്നേ ഉള്ളത്. മുഴുവൻ തെളിവാ. അന്നേരം വായി പൊട്ടക്കണാപ്പൻ എല്ലാം പറയുന്നത് വായിക്കരുത്, കുത്തിക്കെട്ടിയതാരാ, കീറിക്കളയാൻ താല്പര്യമുണ്ട്. നമുക്ക് അവരെ ഒന്നും ദോഷമൊന്നും വരാതിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാം നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ആ കർത്താവ് അങ്ങനല്ലേ പറഞ്ഞ, തിരുവെഴുത്തുകളെയും ദൈവശക്തിയും തിരിച്ചറിയാൻ ബുദ്ധിയെ തുറക്കണമെന്ന് യേശുവും പ്രാർത്ഥിച്ചു. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ മാതൃക കർത്താവാ. ദൈവമേ, ഇവന്മാർക്കെല്ലാം തിരുവെഴുത്തുകളെയും ദൈവശക്തിയും തിരിച്ചറിയാൻ കുബുദ്ധിയെല്ലാം അങ്ങ് മാറ്റിയേച്ചേ നല്ല ബുദ്ധി ഉണ്ടാകണേന്ന് ദൈവത്തോട് അപേക്ഷിക്ക്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയമാണ്. അപ്പൊ ഈ സങ്കീർത്തനത്തിനകത്തെല്ലാം സങ്കീർത്തനം ഉടനീളം പഠിച്ചേ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവാണ്. അതാ നിലയിൽ പിന്നൊരു കാര്യമുണ്ട്, ആ നിലയിൽ പഠിപ്പിക്കാനും ഒക്കെ അറിയാൻ മേലാത്തൊരു പറയാതിരിക്കുന്നതാ നല്ലത് അല്ലേ. പണ്ട് ഭർത്താവ് മരിച്ചപ്പം പാസ്റ്റർ അവിടെ ഇല്ല, പാസ്റ്റർ എവിടെയോ പോയിരിക്കുക, ആള് വിട്ടു, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഇന്നത്തെ കാലമല്ല, അന്നാ അല്ല ഓടിക്കതച്ചു വന്ന് നല്ല മനുഷ്യനാ. ഓടി വന്നു, ഭാര്യയും പിള്ളേരും എല്ലാം കരഞ്ഞിരിക്കുക, കുടുംബക്കാരെല്ലാം പെടുമരണമാണ്, യൗവനക്കാരൻ. ഉപദേശി ഓടി വന്ന് വെളിവില്ല പുള്ളി വന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ, തങ്കമ്മയെ കരയാതെ. തുറന്നൊരു സങ്കീർത്തനം, കിട്ടിയ സങ്കീർത്തനം വായിച്ചത് 109. അവൻ്റെ ഭാര്യ വിധവയായി തീരട്ടെ, അവൻ്റെ മക്കൾ തേണ്ടി നടക്കട്ടെ, അവൻ്റെ സ്ഥാനം മറ്റൊരുത്തൻ ചൂടാറിയില്ല. എന്നാലും അയാൾ വായിക്കുക, അവൻ്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏറ്റോളാൻ. 109 സങ്കീർത്തനമാണ്. അപ്പം സങ്കീർത്തനം തെറ്റാണെന്നല്ല, ആ സങ്കീർത്തനമല്ല ആ സന്ദർഭത്തിൽ അവിടെ വായിക്കേണ്ടത്. അപ്പോൾ സങ്കീർത്തനം സന്ദർഭോചിതമായിട്ട് വായിച്ച് ധ്യാനിച്ചാൽ വളരെ അനുഗ്രഹമാണ്. ഒരു തെളിവൂടെ തരാം. നമുക്കറിയാം, യൂദ മരിച്ചു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ എങ്ങനെയാ മരിച്ചത്?
ഇസ്കറിയോത്ത യൂദ. തൂങ്ങിച്ചാകാനായിട്ട് കുരുക്കുമൊക്കെ ഇട്ട്, പക്ഷേ നല്ല വീഴ്ചയൊന്നും അല്ലായിരുന്നു. കുടലല്ല, എല്ലാം തുറിച്ചു പോയെന്ന്. അപ്പൊ ഇവനെ കർത്താവിന് ഒറ്റിക്കൊടുത്ത് ഗുണം വന്നില്ല. ചില കാശ് കിട്ടി, അതും ഗുണമായില്ല. കയറും പൊട്ടി, കാശും പോയി, കുടലും പോയി, എന്ത് പരുവക്കേടായി പോയി. അവന് നാശപുത്രന. അപ്പൊ യവനെ പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അരുമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടേച്ച് കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് ഇവിടെ കാത്തിരിക്കണം. ഞാൻ പോവുക, എല്ലാം ക്രമീകരിക്കും, പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയക്കും, ശക്തി ലഭിച്ചേച്ച് നിങ്ങൾ പോയിക്കോണം. ഇതെല്ലാം പറഞ്ഞേച്ച് യേശു പോയി. അപ്പൊ ഈ അപ്പോസ്തലന്മാർ ഒന്നിച്ചു കൂടിയപ്പം ഇവർ പറഞ്ഞു, നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തു. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാ 12 പേരെ തിരഞ്ഞെടുത്തത്. 12 എണ്ണത്തിൽ ആ 12 ഒരുത്തൻ പോയി, അവൻ്റെ കുടലുമെല്ലാം കുറിച്ച് പോയി. നമ്മളിപ്പോൾ 11 പേര് ഉള്ളൊരു കോറം തകയാനും നമുക്ക് ഒരാളെയും കൂടെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അപ്പോസ്തലന്മാരും കൂടപ്പെട്ടവരെല്ലാം കൂടെ ഇരിക്കുക. എത്ര പേരുണ്ടായിരുന്നെന്ന് 12 മുതലൊന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 12 മുതലല്ലേ, കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിച്ചു. 120 പേര് കൂടുന്ന ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി. ഈ 12 എണ്ണത്തിൽ ഒന്നായിരുന്നു ഇവനെ. പിന്നെ ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച്, അനീതിയുടെ കൂലി കൊണ്ട്, ഇടയ്ക്ക് കയറി പറയാ, അനീതിയായിട്ടൊന്നും നമ്മുടെ കയ്യിൽ കാണരുത്, വീട്ടിലും കാണരുത്, ജീവിതത്തിലും കാണരുത്. കൈ നല്ല വെടിപ്പായിരിക്കും. മറ്റൊരാളെ ചതിച്ച് വഞ്ചിച്ച് അവനെ കുതികാല് വെച്ച് ഒന്നും കയ്യിൽ കാണരുത്. എൻ്റെയും നിങ്ങളുടെയും കൈ. നാട്ടിലൊക്കെ ചേട്ടനെയും അനിയൊക്കെ ചതിച്ചും വഞ്ചിച്ചും വസ്തു കൈക്കലാക്കുന്ന ഒത്തിരി വിദ്വാൻമാരെ എനിക്കും അറിയാം. അപ്പനോടും അമ്മയോടും ഒരു പ്രത്യേക സ്നേഹമൊക്കെ കാട്ടി അതുങ്ങളും അങ്ങ് ഓർക്കും. ഈയിടെയായിട്ട് ജോയിക്കുട്ടിക്ക് ഭയങ്കര സ്നേഹമാണ്. അവനെ സ്നേഹിച്ച് വന്നതല്ല, അവളാന്നെ കൂടെ ജ്യൂസും കൊടുക്കും, നട്ട്സും ഒക്കെ കൊണ്ട്. ഈ നട്ട്സ് കൊടുത്തതും ജ്യൂസ് കൊടുത്തത് ഇവരോട് താല്പര്യം ഉണ്ടായിട്ടല്ല. ആ ചെന്ന സമയത്ത് ഇതെങ്ങനെയും അടിച്ചു മാറ്റി. നിങ്ങളും മിണ്ടുകാലെന്ന് എനിക്കറിയാം, എനിക്ക് പലരെയും അറിയാം, പല കേസുകളും വന്നിട്ടുണ്ട്, അതുകൊണ്ട് അറിയാം. അതുകൊണ്ടങ്ങ് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം. അത് ചേട്ടനാന്നേലും അനിയനാന്നേലും പെങ്ങൾക്കാന്നേലും ആങ്ങളയ്ക്കാന്നേലും ഒക്കെ കൊടുക്കാനുള്ളത് കൊടുക്കണം. ചതിച്ചും വഞ്ചിച്ചും അപ്പനെയും അമ്മയും കളിപ്പിച്ചും സഹോദരങ്ങൾ അറിയാതെ ആധാരം ഉണ്ടാക്കി. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ബെന്തിക്കോസിലും ഉണ്ട്. പേരും സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. സ്വന്തം പെങ്ങളെ കൊണ്ട് അനാഥാലയത്തിൽ വിട്ടേച്ച് പെങ്ങളുടെ പേരിലുള്ള റബ്ബർ തോട്ടം എഴുതിയെടുത്ത് വിദ്വാൻമാരെ എനിക്കറിയാം. എല്ലാവരും ബെന്തിക്കോസുമാണ്. ഇവിടെ ഞാൻ പോയ പെങ്ങളെ കണ്ടു. നിങ്ങളും ചേട്ടാനിയന്മാർ ഒത്തിരി ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ ചെന്ന് അവിടുത്തെ ചുമതലക്കാരനോട് പറഞ്ഞപ്പോൾ അയാൾ അന്തം വിട്ടുപോയി. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു. ആരാ പുള്ളി? ഇങ്ങനെയൊക്കെ സാഹചര്യമുള്ള വീട്ടിലെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞ എല്ലാവരുടെ കൂടി ചെയ്ത് ഒപ്പിച്ചതാ. അതിൽ ഒരാങ്ങള നല്ല മനുഷ്യനാ. അദ്ദേഹം വല്ലപ്പോഴും ചെന്ന് കാണും.
അദ്ദേഹത്തിന് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് എന്തെങ്കിലും ഹെൽപ്പും ചെയ്യും. ഭയങ്കര സൂത്രക്കാരുണ്ട്. പക്ഷെ ഇതൊന്നും ഗുണമാകുകയല്ല. അനീതി കൊണ്ട് എന്ത് നേടിയാലും അത് ശുഭമാകുകയല്ല. ഈ നാട്ടിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ആൾക്കാരെ കളിപ്പിച്ച് വെച്ച് മുങ്ങുന്ന വിദ്വാൻമാർ പണ്ടുണ്ട്. ഇപ്പം മുങ്ങിയാൽ ലോകത്തിൽ എവിടെ ചെന്നാലും പിടി വീഴും. സാഹചര്യം അങ്ങനെ ആയി. ഇവിടെയുള്ള മനുഷ്യരെ കളിപ്പിച്ച് വെച്ച് മുങ്ങിയ പല വിദ്വാൻമാരെ അറിയാം. പിന്നീടൊക്കെ ഭയങ്കര ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, ഒരു ഉളുപ്പുമില്ലാതെ. എന്നാ നിങ്ങൾക്കെല്ലാം ഒരു ഈ പരമാർത്ഥം ഒന്നും പറയാൻ പറ്റില്ല. രണ്ടുപേര് തമ്മിൽ ബിസിനസ് നടത്തുക. ഒരുത്തനെ ചതിച്ചേച്ച് ഒരുത്തൻ മുങ്ങും. ചെക്ക് എഴുതി കൊടുത്തേച്ച് അവൻ മുങ്ങി, മറ്റവനെ ജയിലിലും. ഇല്ലേ? നിങ്ങൾക്കും പല കേസ് അറിയരുതോ നിങ്ങളിങ്ങനെ പമ്മിയിരിക്കുന്നത്? എൻ്റെ ഭാഷ ഞങ്ങൾക്കും ഒത്തിരി കൂടുതൽ കാശുണ്ടാക്കാൻ പോകുന്നതാ. ഈ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, വേദപുസ്തകത്തിലെ അല്ല, ഒരു നാടൻ പഴഞ്ചൊല്ല്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ പറയുന്നതെന്നറിയത്തില്ല. കൂഞ്ഞറിഞ്ഞേ വരാവുള്ളൂ. അല്ല, പഴഞ്ചൊല്ല് വിട്ടേക്കാം. കർത്താവും പൗലോസും ഒക്കെ പഠിപ്പിച്ച ഉപദേശമില്ലേ ഉള്ളത് കൊണ്ട്. ഇഹലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകത്തുമില്ല. അടുത്തത് നിങ്ങൾ പറയണം. ഇത്ര ഞാൻ പറഞ്ഞില്ല, ഇനി നിങ്ങൾ പറ. ഇഹലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും. പിന്നെ പറഞ്ഞോ? അല്ല മതിയോ? വാക്യം പറഞ്ഞല്ലാരും നല്ല കാര്യം. സ്തോത്രം. ആരെയും ചതിക്കരുത്. കൈ മലർത്തുമ്പം ഇതിനകത്ത് അകൃത്യം ഒന്നും കാണരുത്. കൈയോർത്തി ഇങ്ങനെ ടാറ്റ അടിക്കുമ്പോൾ ഇതിനകത്ത് ഒന്നും കാണരുത്. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം. വ്യാജത്തിന് മനസ്സും വയ്ക്കരുത്. താലോട്ട് പഠിച്ചു വരുമ്പോൾ ഒരു വാക്യമുണ്ട്, ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഇവൻ അനീതിയുടെ കൂലി കൊതിച്ചു. വായിര്. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു, തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. നില ഒതകിയില്ല, കാശൊതകിയില്ല, കുടല് ശരിയായില്ല, കയറ് പൊട്ടി, എന്തെല്ലാം ഗ്രഹപ്പഴ. അടുത്തത്. അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരായി. അടുത്തത് സങ്കീർത്തന പുസ്തകത്തിൽ അവിടെ വരണം. അവന്റെ വാസസ്ഥലം ശൂന്യമായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അടുത്തത് അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളതിന്റെ അർത്ഥം, യൂദ ഒഴിഞ്ഞു പോയ സ്ഥാനത്ത് ഒരാളെ തെരഞ്ഞെടുക്കണം. അപ്പൊ ഈ 120 പേര് കൂടുന്ന സംഘമാണ്. അപ്പൊ അവർ ചോദിച്ചു, അങ്ങനെ നമുക്ക് വ്യവസ്ഥയുണ്ടോ? അപ്പോൾ അതിന്റെ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനമായി വാക്യമെടുത്തത് സങ്കീർത്തനത്തിൽ നിന്ന്. വേറെങ്ങും അതിന് വാക്യമില്ല. ഒരാളെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ അടിസ്ഥാന വാക്യം കിടക്കുന്നത് സങ്കീർത്തനത്തില്ല. അതാ ഞാൻ പറഞ്ഞ സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ടെന്ന്. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മത്തിയാസിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്നാ ഞാനീ പറഞ്ഞു വന്നത്. 150 സങ്കീർത്തനം. അതില് നമ്മള് ഇന്ന് രാത്രിയിലെ കുറുവാക്യമായിട്ട് എടുത്തത് 90 സങ്കീർത്തനമാണ്. 90 സങ്കീർത്തനം. ഈ സങ്കീർത്തനം 150 കൂടുതൽ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദ. വേദപണ്ഡിതാക്കൾ പറയുന്നത് 150 സങ്കീർത്തനത്തിൽ ഏതാണ്ട് 100 സങ്കീർത്തനവും ദാവീദ് എഴുതിയതാ. ചില സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ പേരില്ല, പക്ഷെ അത് ആരെഴുതിയതാ? ദാവീദാ എഴുതിയത്.
ഇപ്പം വായിച്ച 109 ഹെഡിങ് ഒന്ന് വായിച്ചേ. ദാവീദ് എഴുതിയ സങ്കീർത്തനം തെളിഞ്ഞു. എന്നാൽ 2-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് നോക്കിക്കേ, ആരുമില്ല. പക്ഷെ ആ സങ്കീർത്തനം ദാവീദ് എഴുതിയതാ. അതിന് തെളിവ് ആദിമസഭയ്ക്ക് പീഡ. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ നിന്ന് മുടന്തനെ സൗഖ്യമാക്കി യേശു. അതിന് മുഖാന്തരം യോഹന്നാനും പത്രോസുമാ. ഇവരെ രണ്ടുപേരെയും പിടിച്ച് ശാസിച്ച് ഈ നാമത്തിൽ മിണ്ടരുത്, നാമം ഉച്ചരിക്കരുത്, ഏത് ശക്തി ഏത് നാമം എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇവരെ പീഡിപ്പിച്ചപ്പോൾ ഇവര് കടന്നു വന്ന് ആദിമസഭയോട് ഈ വസ്തുത അറിയിച്ചു, ഇങ്ങനെ പ്രശ്നമാണെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇവര് പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 23 മുതൽ വായിര്. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അടുത്തത്, അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ടത് ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രം അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നത്. അത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യമാ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിൽ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. അപ്പോ 2-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയതാണെന്ന് ഈ വാക്യത്തെ തെളിയുക. പക്ഷെ സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിലില്ല. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ ഹെഡിങ് ഇല്ലാത്ത, പേര് പറയാത്ത പല സങ്കീർത്തനവും ദാവീദ് എഴുതിയതാണ്. പേര് പറഞ്ഞതുണ്ട്, പറയാത്തതുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ 150 സങ്കീർത്തനത്തിൽ 100 സങ്കീർത്തനവും ദാവീദിനാൽ എഴുതപ്പെട്ടതാണ്. സ്തോത്രം. ഞാൻ ഇന്നലെ എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, വേദപുസ്തകത്തിൽ വേറൊരു വിശേഷത, അതൊരു വലിയ വിശേഷതയാ. അപ്പനും മോനും കൂടെ എഴുതിയ പുസ്തകം ഇതിനകത്തുണ്ട്. ആരാ? ദാവീദും ശലോമൻ. വലിയ ഭാഗ്യമല്ലേ? അപ്പൻ 100 സങ്കീർത്തനം എഴുതി, മകനും അത്ര പുറകോട്ടൊന്നും. അപ്പൻ 100 സങ്കീർത്തനം, ചെറിയ കാര്യമാണ്. അപ്പൻ സങ്കീർത്തനം എഴുതിയോ, മകൻ എന്നാ എഴുതി? സദൃശവാക്യം എത്ര എഴുതി? 3000. നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഗീതങ്ങളും ഒത്തിരി ഉണ്ട്. നമുക്ക് ആകെ കൂടെ കിട്ടിയ ഗീതം ഉത്തമ ഗീതമാണ്. അപ്പൊ അതൊക്കെ വലിയ ഭാഗ്യമാണ്. അപ്പനും മോനെ മോൻ പരുവക്കേടായി, അത് പോട്ടെ. മിക്കടുത്തും പിള്ളേര് മിണ്ടുന്നില്ല. മിക്ക സ്ഥലങ്ങളിലും പിള്ളേര് മിണ്ടുന്നില്ലല്ലോ. ആരും എന്നെ അപ്പന്മാരൊക്കെ നല്ല ദർശനത്തോടെ കർത്താവിനെ ശുശ്രൂഷിച്ച് ആരാധിക്കുന്നത്. എല്ലാവരും മോശമാണെന്നല്ല, ചിലരുണ്ട്, നല്ല കുഞ്ഞുങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നു. എന്നാൽ കണ്ടതിൽ ഒരു 80% ആർക്കും ഒന്നും വരാതിരിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പൊ ഇവിടെ അപ്പനും മകനും കൂടെ എഴുതിയ പുസ്തകം വേദപുസ്തകത്തിൽ, അത് വലിയ ഭാഗ്യമാണ്. ആട്ടെ, നമുക്ക് മടങ്ങി വരാം. ദാവീദാണ് കൂടുതൽ സങ്കീർത്തനം എഴുതിയത്. പിന്നീട് ശലോമോൻ എഴുതിയ സങ്കീർത്തനവും ഉണ്ട്. ശലോമോന്റെ സങ്കീർത്തനവും ഉണ്ട് ഇതിനകത്ത്. ആസാഫ് എഴുതിയ സങ്കീർത്തനം, കോരകപുത്രന്മാരുടെ സങ്കീർത്തനം, യദൂഥൂൻ എഴുതിയത്. അതുപോലെ തന്നെ ഈ യസ്രാ ശാസ്ത്രി എഴുതിയതെന്ന് അവകാശപ്പെടുന്ന 1-ാം സങ്കീർത്തനം 119. ഇങ്ങനൊക്കെ ധാരാളം സങ്കീർത്തനങ്ങൾ ഇതിനകത്തുണ്ട്. വളരെ അനുഗ്രഹം. മാത്രമല്ല ഈ സങ്കീർത്തനം 90, വേദപഠിതാക്കൾ പറയുന്നത് 90-ാം സങ്കീർത്തനം ദാവീദ് മോശെ എഴുതിയതും 91 യോശുവ എഴുതിയെന്നാ പറയുന്നത്. 90 മോശെ എഴുതി, 91 യോശുവ എഴുതിയെന്നാ പറയുന്നത്. കാരണം മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചയാളാ യോശുവ. യോശുവ ഇത് എഴുതിയെന്ന് പറയാൻ പല തെളിവിൽ ഒരു തെളിവ് 91 എഴുതിയിട്ടുണ്ട്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. അപ്പോൾ ബാധകളൊക്കെ പലതും വന്ന് ഇസ്രയേലിനെ ഏശാത്തതും
അത് വിടുതൽ പ്രാപിച്ചതൊക്കെ യോശുവ നന്നായിട്ട് കണ്ട ആളാ. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് അതുപോലെ കണക്കിലെടുത്തായിരുന്നു ഒരു ബാധയും നിനക്ക്. ദൈവത്തിന് മഹത്വം. ആട്ടെ, 90-ാം സങ്കീർത്തനം മോശെ എഴുതിയ സങ്കീർത്തനം, മോശയുടെ പ്രാർത്ഥന, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? മോശയുടെ ഒരു പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ച് നമ്മൾ എടുത്ത വാക്യത്തോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പശ്ചാത്തല ഭാഗമൊക്കെ വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. അഹരോൻ മരിച്ചു. ഹോർ പർവ്വതത്തിൽ വീണ് അഹരോൻ മരിച്ചു. അഹരോന്റെ മരണത്തിന് മുമ്പേ ദൈവം മോശയോട് പറഞ്ഞു, അഹരോനെയും മോനെയും കൂടെ കൂട്ടിക്കൊണ്ട് പർവ്വതത്തിലോട്ട് കയറാൻ പറഞ്ഞു. മോശെ അഹരോനെയും തൻ്റെ മകൻ എലയാസനെയും കൂട്ടിക്കൊണ്ട് മേളിൽ ചെന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞ് വസ്ത്രമൊക്കെ ഊരി എലയാസനെ ധരിപ്പിച്ചു. അഹരോൻ അവിടെ മരിക്കുക. അപ്പൊ ഇസ്രയേലിലെ ആദ്യത്തെ മഹാപുരോഹിതനാ അഹരോൻ. ആ പ്രഥമ മഹാപുരോഹിതൻ മരിച്ചപ്പോൾ ഇസ്രയേൽ ജനതകൾക്ക് വലിയ ദുഃഖമായി. ആ ദുഃഖം ഏറെ ദിവസം നിന്നു. നീണ്ടു നിന്ന ആ ദുഃഖത്തിന് ശമനം വരാനും ദുഃഖിതരായി ഇവരെ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തുവാൻ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയെ പ്രാർത്ഥിച്ച വിലപ്പെട്ട പ്രാർത്ഥനയാ 90-ാം സങ്കീർത്തനം. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ആ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടൊന്ന് വായിച്ചേ. ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. അപ്പൊ അത് നിങ്ങൾ കണ്ടോ, ദൈവപുരുഷൻ. നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ഈ മോശയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മോശയെ ചെറുപ്പത്തിൽ അറിഞ്ഞിരുന്നത് ദൈവപുരുഷൻ എന്നൊന്നുമല്ല. ചെറുപ്പത്തിൽ ദൈവപുരുഷൻ, ഈ ദൈവപുരുഷൻ എന്ന് ഒക്കെ പേര് കിട്ടണമെങ്കിൽ അതിന് ഒത്തിരി വില കൊടുക്കണം. ഒറ്റ രാത്രി കൊണ്ടൊന്നും കിട്ടുന്ന പേരല്ല. ഒറ്റ രാത്രി കൊണ്ട് പാസ്റ്റർ ആകാം. ഇച്ചിരി ചുറ്റുപാടും കാശും കേന്ദ്രത്തിലൊക്കെ പിടിയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഓർഡിനേഷനും കിട്ടും. വിമാനത്തിൽ വെച്ച് ഓർഡിനേഷൻ കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ ഇവിടെ കിട്ടും. ചുറ്റുപാടും കാശും സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ നോട്ടീസിലൊക്കെ പേര് വരും. ഡോക്ടർ, റവറൻ, പാസ്റ്റർ, ഇന്നയാൾ. അങ്ങനെ ഇപ്പം ചിലർ വെക്കുന്നത്. ദൈവദാസൻ എന്നൊക്കെ വെക്കുന്നത് ചിലർക്ക് കുറച്ചിലാണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ മേല. ഡോക്ടർ, റവറൻ, ഈ വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുക. എന്ത് വേണം വിശേഷതകളാണ്. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലേലും ഒരു കാര്യം പറയാം, ദൈവദാസൻ അതൊരു പ്രത്യേക പദവിയാണ്. ദൈവദാസി, അതിലും വലിയ പദവി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അതിലൊക്കെ വലുതുണ്ടെന്നുള്ള രീതിയിലാണ് ചിലരുടെ നോട്ടവും ഇരിപ്പും. ദൈവദാസൻ, ഇവിടെ ദൈവപുരുഷൻ. അപ്പൊ മോശയെ ചെറുപ്പത്തിൽ അറിഞ്ഞത് ദൈവപുരുഷൻ എന്നൊന്നും അല്ല. ചെറുപ്പത്തിൽ എങ്ങനെ ഈ മോശയെ അറിഞ്ഞിരുന്നത്? ഉറക്കെ പറ. ഞാൻ അവിടെ വന്ന് വാക്യം വായിച്ചു തന്ന ആളാണോ? അല്ല, അന്നില്ല. ഇതുപോലൊരു സഹോദരി അവിടെയും. അപ്പോൾ മോശയെ ചെറുപ്പത്തിൽ അറിഞ്ഞിരുന്നത് ഫറവോന്റെ പുത്രിയുടെ മകൻ. 25-ാം വാക്യം വായിച്ചേ. എബ്രായ ലേഖനം 11:25. പുറപ്പാടിലൊന്നും തപ്പിയാ കാണുകയല്ല. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ. മതി. ഫറവോന്റെ പുത്രിയുടെ മകൻ. കണ്ടോ? അപ്പൊ ചെറുപ്പത്തിൽ മോശയെ എല്ലാവരും അറിഞ്ഞിരുന്നത് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നാ. ഈ ഫറവോന്റെ പുത്രിയുടെ മകൻ എങ്ങനെയാ ദൈവപുരുഷനായത്? ആ പദവി ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ, സ്വാധീനം കൊണ്ട് ലഭിക്കുന്നതല്ല. അതിനു മുമ്പിൽ ഒത്തിരി ബത്തപ്പാടുണ്ട്. ഇപ്പൊ നമ്മൾ എന്തിനാ ദൂരോട്ട് പോകണ്ട, വേറൊരു വശം
ഇപ്പോൾ ഈ കുവൈറ്റിലെ താമസിക്കുന്ന പ്രിയപ്പെട്ടൊരു പലരുണ്ട്. അവരിപ്പം വലിയ വിലയുള്ള വണ്ടി, വലിയ ഫ്ലാറ്റ്, നല്ല ചുറ്റുപാടിലൊക്കെ ജീവിക്കുന്നു. അപ്പോൾ ചിലരോട് നമ്മൾ ചോദിക്കും എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട്, അവർ പറയും 35-40 കൊല്ലമായി. ആ 40 കൊല്ലം മുമ്പ് ഈ വണ്ടിയും ഫ്ലാറ്റും ഉണ്ടായിരുന്നു? ഇല്ല. എന്ത് കഷ്ടപ്പെട്ട ഇല്ലേ? അവരോട് ചോദിച്ച് അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചറിയുന്ന നല്ലതാ. ചെല്ല് ധരിച്ചേക്കുന്ന നമ്മളെ പ്ലെയിനെ കൊണ്ടുവന്ന് അവരെ അറബിയുടെ വീട്ടിലോട്ട് പാലസിലോട്ട് ഇട്ടേക്കുകയായിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഈ വണ്ടിയിൽ ഇങ്ങോട്ടിറങ്ങി പാലസിനകത്ത് കൊണ്ട് എന്തിനാ ദൂരോട്ട് പോകുന്നത്? അദ്ദേഹത്തോട് ചോദിച്ചു വന്നപ്പോൾ എങ്ങനെ, ഇപ്പം എങ്ങനെ? എന്ത് കഷ്ടപ്പെട്ടു. ഇപ്പൊ കാണുന്നവർക്ക് വീട്, ചുറ്റുപാട്, അല്ലെങ്കിൽ സാലറി, ചുറ്റുപാടൊക്കെ നല്ല ഇതാ. പക്ഷെ അവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടവരാ. അതെല്ലാ മേഖലയിലും അങ്ങനെ, എല്ലാ മേഖലയിലും കഷ്ടപ്പെടാറൊന്നും ഒക്കത്തില്ല, ബന്ധപ്പെടാറേ ഒക്കത്തില്ല. അല്ല, ആത്മീക ലോകത്തും അതൊക്കെ തന്നെ. വളരെ കഷ്ടപ്പെടണം, വളരെ ബന്ധപ്പെടണം. ഉപദേശത്തിലും വചനത്തിലും ഒക്കെ നന്നായിട്ട് അധ്വാനിക്കണം. അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നു. അങ്ങനെയുള്ളവരെ ഇരട്ടി മാനത്തിന് യോഗ്യരാക്കണമെന്നുമുണ്ട്. ഇപ്പം 2 വാക്യം പറയണമെങ്കിൽ അത് പഠിക്കണ്ടേ? അതിലൊക്കെ ഉപരി ദൈവത്തിന്റെ കൃപ വേണ്ടേ? അറിയാനും പറഞ്ഞിരുന്ന ഇത് പറയാനൊക്കുന്നില്ലെങ്കിലോ? എന്നോട് ചൊല്ലി ചോദിക്കും ഈ പാട്ടെല്ലാം കൂടെ എങ്ങനെയാ പഠിച്ചത്? അതൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട. അല്ല, ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോഴേ പാട്ടുമായിട്ട് ഇറങ്ങി വരുമായിരുന്നു. എന്നോടിരിക്കാൻ ഒരാൾ ചോദിച്ചു, അച്ഛൻ എത്ര പാട്ട് അറിയാന്ന്? കുറച്ച് പാട്ടറിയാം. എന്നാൽ ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് പാട്ടൊക്കെ, എന്നാലും എത്ര അവനങ്ങ് അറിയണം. ഞാൻ പറഞ്ഞൊരു 10,000 പാട്ട് കാണാതെ പാടാം, പിന്നെ നോക്കി ഒരു 10,000-3,500 പാട്ടുകൂടെ പാടാന്ന് പറഞ്ഞു. അഹങ്കരിച്ച് പറഞ്ഞതല്ല കേട്ടോ. അഹങ്കരിച്ച് നാളത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ മഹാകൃപ, സ്തോത്ര. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാ ഇതെല്ലാം? അപ്പൊ ഞാൻ പറഞ്ഞിട്ടാ അത് ഇപ്പൊ പഠിച്ചതല്ല. എൻ്റെ ഒരു അനുഭവം ഈ ആത്മീക ജീവിതത്തിൽ വന്നപ്പം പാട്ടിനോട് ഇഷ്ടമാണ്. പാടാൻ ട്യൂണും സ്വരവും ഒന്നുമില്ലെങ്കിലും പാട്ട് ഇഷ്ടമാണ്. അപ്പം ആരെങ്കിലും നന്നായിട്ട് പാടുന്നവർ ഒരു പാട്ട് പാടിയാൽ അറിയാൻ മേലാന്നെങ്കിൽ ആ യോഗം കഴിയുമ്പോൾ ഞാൻ അവരുടെ അടുക്ക ചെന്നേച്ച് പറയാതെ എഴുതി തരാം, അല്ലെങ്കിൽ പാടിക്കോ, ഞാൻ എഴുതിയെടുത്തോളാം. എഴുതിയെടുക്കും, അല്ലെങ്കിൽ പാട്ട് പുസ്തകത്തിലുണ്ടെങ്കിൽ തപ്പിയെടുക്കും. എന്നിട്ട് എൻ്റെ ഒരു രീതി, ഇപ്പം അത് ഒക്കുന്നില്ല, അതിൻ്റെ പോരായ്മയുണ്ട്, സത്യം പറയണമല്ലോ. വെളുപ്പിനെ എഴുന്നേക്കും. എഴുന്നേറ്റ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ഒരു 6-7 പാട്ട് പാടും എല്ലാ ദിവസവും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക അയാൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, കുത്തിയിരുന്നങ്ങ് പാടിയാൽ മതി, ഞങ്ങൾക്ക് അതുപോലെ ആന്നോ? അല്ലത് ശരിയാ. എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, തിന്നേച്ച് കിടന്നേച്ച് വെളുപ്പിനെയോ പാതിരാത്രി എഴുന്നേറ്റ് കുത്തിയിരുന്ന്, അല്ല നിങ്ങൾ എങ്ങനെ വേണേലും ചിന്തിച്ചു. അപ്പം രാവിലെ എഴുന്നേറ്റ് ഒരു 5-6 പാട്ട് പാടും. അങ്ങനെ പാടുന്ന കൂട്ടത്തിലെ ഈ പുതുതായിട്ട് കിട്ടുന്ന പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഒരു 10 ദിവസം അടുപ്പിച്ച് പാടും നോക്കി. വേറെയും പാട്ട് പാടും, പ്രഭാതപ്പാട്ടുണ്ട്, സ്തുതിഗീതമുണ്ട്, സ്തോത്രഗീതമുണ്ട്, ഇതിനൊക്കെ ഓർഡറുണ്ട്. പാട്ടിന് ഓർഡറുണ്ട് കേട്ടോ. ചുമ്മാ വായി വരുന്ന കയറി എന്ന് പാടരുത്. ചിലക്ക് ഒരു വെളിവില്ല, വെള്ളിയാഴ്ചയില്ല, ബോധമില്ല, ഒന്നുമില്ല, ചുമ്മാ അങ്ങ് അടക്കുക. ഒരു യോഗം ആരംഭിക്കുമ്പോൾ സ്തുതിഗീതം പാടണം. സ്തുതിഗീതം. ഞങ്ങൾ കോഴഞ്ചേരിക്ക് അപ്പുറം ഒരു സ്ഥലത്ത് യോഗത്തിന് ചെന്നപ്പം പാസ്റ്റർ പ്രാർത്ഥിച്ചു പറഞ്ഞൊരു പാട്ട് പാടാം. ആരുമില്ല പാടാൻ. നമ്മൾ ഈ ഗസ്റ്റായിട്ട് ചെന്നതുകൊണ്ട് എങ്ങനെ കയറി പാടുന്നേ? നമ്മൾ പാടിയവരാണ്, അയാൾ ഇവിടെയും വന്ന് മെനക്കാടാണോ എന്ന് ഓർക്കുകയല്ലേ. അതുകൊണ്ട് അങ്ങ് മിണ്ടാതിരുന്നു, ആരും പാടാനില്ല. അപ്പം പാസ്റ്റർ പറഞ്ഞു അപ്പം ഒരു സഹോദരി അവിടെ ഇരുന്ന് പാടുക. യോഗം തുടങ്ങാൻ പോവുക. ആദ്യത്തെ പാട്ടാ. ഒലിവുമല്ല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ, തലയ്ക്ക് അത് ഒരു ബോധവും വെളിവുള്ളത്.
ഒരു മഹായോഗം തുടങ്ങുമ്പോൾ ഈ പാട്ടാണോ ഒലിവുമല? അതിന് ഇവർക്ക് തന്നെ അയ്യോ അങ്ങനൊന്നും ഒന്നല്ല. നമ്മളൊരു യോഗം തുടങ്ങുമ്പോൾ സ്തുതിഗീതം പാടണം. അതെന്നാന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്തുതിക്കുന്ന ഗീതങ്ങൾ. എത്ര പാട്ടുണ്ട്, നല്ല പാട്ടുകൾ ഇഷ്ടം പോലെ കിടക്കുകയല്ലേ. ഇതിനൊക്കെ ഇതെല്ലാം തന്നെ ഓർഡറുണ്ട് കേട്ടോ. അതെ, ആ ഭാഗം വിട്ടൊക്കെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ ഇങ്ങനെ പുതിയ പാട്ട് കിട്ടുമ്പം ഒരു 10 ദിവസം ഇത് നോക്കി പാടും. 11ാം ദിവസം മനപ്പാടമാകും. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പാടി നല്ലൊരു പാട്ട് പാടിയാൽ കേൾക്കും. ഇപ്പോഴും ഞാൻ ആരെങ്കിലും അറിയാത്ത പാട്ട് നല്ല പാട്ടാണെന്ന് ചെന്ന് മേടിക്കും. എഴുതി എടുക്കുവോ മേടിക്കുവോ ഇത് പാടി പഠിക്കും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് കഷ്ടപ്പെടാതെ ഒക്കുകയല്ല, എത്തപ്പെടാതൊക്കത്തില്ല. ചെല്ലു പറയാനുണ്ട്, ഞാൻ ദൈവം ഇപ്പം എനിക്ക് തന്ന വാക്യമാണ്, ഞാനിതിനെ എതിർക്കുന്നില്ല, അത് ശരിയായിരിക്കും. പക്ഷെ ഇതിനെപ്പറ്റി നേരത്തെ ഒരു അറിവുണ്ടായിരിക്കണ്ടേ. ചില ആൾക്കാർ പറയും, ഓ ഞങ്ങളുടെ പാസ്റ്റർക്ക് കൃപയൊന്നുമില്ല, അതിനോ എല്ലാം കുറിച്ച് വെച്ചാ പ്രസംഗിക്കുന്നത്. അയാൾക്ക് വിവരമുണ്ട്, അയാൾക്ക് വിവരമുണ്ട്. ഓർമ്മ അധികമില്ലാത്തവർ കുറിച്ച് വെക്കുന്ന നല്ലതാണ്. ഒരു ഉപദേശി കുറിച്ച് വെക്കുമ്പോൾ ഓർത്തോണം പുള്ളി ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാ കുറിച്ച് വെക്കുന്നു. ചുമ്മാ ദൈവം തരുമെന്നും പറഞ്ഞ് കയറുന്ന വെച്ചാൽ അള്ളും പൊട്ടും എല്ലാം പറഞ്ഞ് ചാണ്ട് വരുന്ന പിടിച്ചോ എന്ന് പറഞ്ഞാൽ ചില മിടുക്കന്മാരെ കണ്ടില്ലേ, എനിക്കൊന്നും പറ്റുന്നില്ല സാന്നിധ്യം കൊണ്ട്. യോ, മനുഷ്യനെ വിഡ്ഢിയാക്കുക. നിങ്ങൾ കണ്ടില്ലേ, പ്രൈസ് അല്ലോ, മനുഷ്യനെ വിഡ്ഢിയാക്കുകയല്ലേ. ഇടം വിളിച്ച് സമയം കൊടുത്തത് ദൈവോചനം പറയാനല്ലേ. അതിന് പുള്ളി പറയും, നിങ്ങൾ ഈ തിരക്കും ബത്തപ്പാടും ജോലി എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി വെച്ചാ ഈ അല്പസമയം, അന്നേരം ഇത് വചനത്തിൽ നിന്ന് പറഞ്ഞില്ലേ. അപ്പം ഒരു ദൈവദാസൻ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഓർത്തോണം പുള്ളി അത് ധ്യാനിച്ച ആളാ, പഠിച്ച ആളാ. അത് നോട്ട് ചെയ്യണം. ഓർമ്മ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കുറിച്ച് വെക്കുന്ന വളരെ നല്ലതാണ്. അങ്ങനെ വേണം പറയാൻ. പിന്നെ വിശ്വാസി പറയുന്നത് ഞങ്ങളുടെ ഉപദേശി കൃപയില്ല, പുള്ളി എല്ലാം പ്രസംഗ വിഷയം വേണ്ടായോ. സ്തോത്രം. അവിടെ നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പൊ ഏത് വിഷയത്തിന്റെ പുറപ്പിൽ ഒരു അധ്വാനമുണ്ട്. നിങ്ങളിപ്പം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന മാന്യ സഹോദരിമാരുണ്ട്, നല്ല പൊസിഷനിൽ വന്ന ഉടനെ അങ്ങനെ ആയിരുന്നോ? എന്ത് ബന്ധപ്പെട്ട എന്തെല്ലാം പോരാട്ടങ്ങൾ, എന്തെല്ലാം ഉപദ്രവങ്ങൾ, എന്തെല്ലാം ഒറ്റപ്പെടലുകൾ, എന്ത് പോരാട്ടങ്ങൾ കൂടിയാ. എല്ലാ മേഖലയും അങ്ങനെ, ആത്മീകത്തിലും അതൊക്കെ തന്നെ. അപ്പൊ ഈ ദൈവപുരുഷൻ എന്ന പേര് ഒറ്റ രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ അല്ലെ ഒരു മാസം കൊണ്ട് സമ്പാദിച്ചതല്ല. അതിനൊത്തിരി വില കൊടുത്തതാ. ദൈവത്തിന് മഹത്വം. മോശയെ പറ്റി നമ്മൾ തിരുവചനം പഠിക്കുമ്പം മോശയെ പറ്റി വേദപുസ്തകത്തിൽ ധ്യാനിച്ച് പഠിക്കുമ്പോൾ അക്കാലത്ത് ജീവിച്ചിരുന്ന സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായിരുന്നു മോശെ. മോശയുടെ സൗന്ദര്യത്തെ പറ്റി നിങ്ങൾക്കറിയാം. 3 പദമാണ് കൊടുത്തേക്കുന്നത്. സുന്ദരൻ, ദിവ്യ സുന്ദരൻ, സൗന്ദര്യമുള്ളവൻ. ഒന്ന് വായിച്ചേ, 2:2 പുറപ്പാട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 23 മുതൽ വായിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 20 വായിച്ചു. അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു, അവൻ സൗന്ദര്യമുള്ളവൻ. ഇനി അപ്പോസ്തല പ്രവൃത്തിയിലെ വാക്യം വായിച്ചേ, 7-ാം അധ്യായത്തിൽ നിന്ന് 20 മുതലാണോ? ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായി. ദിവ്യസുന്ദരൻ. ഇനി എബ്രായ ലേഖനം 11-ന്റെ 23 വായിച്ചേ. ശിശു സുന്ദരൻ. 3 പദമാണ് കൊടുത്തേക്കുന്നത്. സൗന്ദര്യമുള്ളവൻ, സുന്ദരൻ, ദിവ്യസുന്ദരൻ. അപ്പൊ ഈ 3 വാക്യവും കൂടെ ചേർത്ത് പഠിച്ചാൽ അക്കാലത്ത് മോശയെ പോലെ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയില്ല. പക്ഷെ അതിൻ്റെ അഹങ്കാരമൊന്നും നമ്മൾ ഇത്രയോ ഒക്കെ ഈ പരുവത്തിൽ വരാൻ എന്ത് കഷ്ടപ്പെട്ട ഇല്ലേ.
എന്ത് കഷ്ടപ്പെട്ട ഈ പരുവത്തിന്. നഖത്തിലടിക്കുന്നത്, കിറിയെ പുരട്ടുന്നത്, നെറ്റിയെ പുരട്ടുന്നത്, മുഖത്ത് പുരട്ടുന്നത്, പിന്നെ ദേഹത്ത് പുരട്ടുന്നത്, പിന്നെ മുടി തേക്കുന്നത്, എന്തെല്ലാം അല്ലേ? കുറ്റമല്ല ഈ പറയുന്നത്. എന്നിട്ടും ഒത്തില്ലെന്നും പറഞ്ഞായിരിക്കുന്നു. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ചിലരെന്ത് പൈസ ചെലവാക്കുന്നുണ്ടെന്നറിയാം ഇതിന്. അതെ, ഒത്തിരി പൈസ കണ്ടവാനം. യോഗ്യമായിരിക്കണം, വൃത്തിയായിരിക്കണം, പക്ഷേ സ്തോത്രം പോലെ അതിന് പൈസ ചെലവാക്കുന്ന ഇവിടെയുണ്ട്, നാട്ടിലുമൊക്കെ ഉണ്ട്. കല്യാണമൊക്കെ പിന്നെ പറയുകയും വേണ്ട. ദൈവമേ, അതിനൊക്കെ ചെലവാക്കാൻ നല്ല മനസ്സ്. ഇത് ഇത്ര ചെലവാക്കിയിട്ട് ഒക്കുന്നുണ്ടോ? അതുമില്ല. നമുക്ക് ആ ഭാഗം അധികം എടുക്കണ്ട. ഇപ്പൊ തന്നെ അലോഗ്യമാകും. ദൈവത്തിന് മഹത്വം. വ്യർത്ഥമായി സൗന്ദര്യം വരുത്തുന്ന ഇത് പുഴുപോലെ ദൈവം ചെയ്യിപ്പിക്കും. പ്രിയരെ, വൃത്തി ഉണ്ടായിരിക്കണം, ശുചിത്വം ഉണ്ടായിരിക്കണം. ആവശ്യമില്ലാത്ത വേച്ചുകെട്ട് ഒന്നും ഇതിൽ വെക്കരുത്. സ്തോത്രം. സഭാപ്രസംഗയിൽ അങ്ങനല്ലേ വായിക്കുന്ന? തുള്ളനടിഞ്ഞു നടക്കും രോചനക്കുരു ഫലിക്കാലൊക്കെ വരുന്നൊരു ദിവസം ഉണ്ട്. കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതി ഉള്ളതായിട്ടൊക്കെ തോന്നും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും, ബദാമൃഷം പൂക്കും. അങ്ങനെയൊക്കെ ആ പുസ്തകത്തിൽ വാക്യം. ഇപ്പൊ പൂത്തതേതാ പൂക്കാത്തതേതാന്നൊന്നും അറിയത്തില്ല. എല്ലാവരും പരുവക്കേടായിട്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. ആ ഭാഗം വിട്ടേക്കാൻ വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നത്. എന്തായാലും കൊള്ളാം, ഈ സൗന്ദര്യം ക്ഷയിച്ചു പോകുന്നതാ. ഇതിലധികം രസിക്കുകയും പ്രശംസിക്കുകയോ ഒന്നും ചെയ്യരുത്. അബ്ശാലോമിനെ പറ്റി വായിക്കുന്നത് അടി തൊട്ട് മുടി വരെ ഒരു ഊനവുമില്ലായിരുന്നെന്നാ. ഒടുവിൽ എന്തോ സംഭവിച്ചു? നിങ്ങളുണ്ടാ വാക്യം വായിച്ച? അടി തൊട്ട് മുടി വരെ ഒരു ഊനവുമില്ലായിരുന്നെന്നാ. 14:25 ശമൂവേലിന്റെ 2-ാം പുസ്തകം 14-ാം അധ്യായത്തിന്റെ 25 താളിങ്ങോട്ട് മറിക്കുമ്പോ ഇടത്ത് വശത്ത് താഴെ ആ പഴയ ബൈബിളില് എവിടെ അങ്ങനെ എന്നാ എല്ലാ ഇസ്രയേലിലും സൗന്ദര്യം കൊണ്ട് അബ്ശാലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അടിതൊട്ട് മുടി വരെ അവന് ഒരു ഊനവുമില്ല എന്ന് പറഞ്ഞാൽ നഖം മുതൽ മുടിയുടെ അറ്റം വരെ. നമുക്കന്ന് 2 കാലിലും കുഴിനഖവാ അല്ലേ? അതുകൊണ്ട് എല്ലാവരും സോക്സും, ഞാനും സോക്സ് ഇടുന്നതിൻ്റെ ഒരു കാര്യം അതാ. അല്ല, എൻ്റെ കാര്യവും പറയണ്ടായോ? 2 കാലിലും സ്തോത്രം. അന്തരീക്ഷമൊക്കെ മാറുമ്പോൾ കയ്യും കാലിലും ഒക്കെ ഇത് പൊരി, അതിന് ക്രീം ഇല്ലേ? ഒന്നും അറിയാൻ മേല. തൂപ്പാട് വന്നേച്ചാ വന്നിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം ഒന്നും അറിയാൻ മേല, പൊട്ടം കളിക്കുക. ഒരാളോട് ഞാൻ ചോദിച്ചു, കയ്യിൽ കുഴിനകം. ഞാൻ ചോദിച്ചു, 20 പേരിലേലും കുഴിനകമാണോ? 20 പേരിലേലും. സാധാരണ കുഴിനകമൊക്കെ ഈ തള്ളവിരലല്ല, എന്നാൽ വേറെ വല്ല ചിലക്ക് 20 പേരിലേലും. അബ്ശാലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തനുമില്ല. അടി തൊട്ട് മുടി വരെ ഒരു ഊനവുമില്ലാത്തവൻ. എന്തോ സൗന്ദര്യമാണ്, യാതൊരു അപാകതയില്ല. പിന്നെ അവൻ തന്നെ തലമുടി ആണ്ടുതോറും കത്രിപ്പിച്ച്, തലമുടി ഒത്തിരി ഉണ്ട്, ആണ്ടുതോറും കത്രിപ്പിച്ച് കളയും. അത് തനിക്ക് ഭാരമായിരിക്കും. അടുത്തത് കത്രിപ്പിച്ചത്. അവന്റെ തലമുടി കത്രിച്ചാൽ രാജതൂക്കത്തിന് 200 ശേക്കൽ കാണും. അബ്ശാലോമിന് 3 പുത്രന്മാർ. അപ്പൊ ശ്രദ്ധിച്ചേ, അതുപോലെ സൗന്ദര്യമുള്ള ആളാ. തലമുടിയോടും പുള്ളിക്ക് വലിയ തൃപ്തിയായിരുന്നു. തലമുടി ആണ്ടുതോറും കത്രിപ്പിക്കുക, അത് വലിയ ആഘോഷം. ഒടുവിൽ സംഭവിച്ചത് എന്നതാ? കൂടുതൽ സ്നേഹിച്ച് കത്രിപ്പിച്ച് തൂക്കി വിറ്റ അതിലാ ഒടുവിൽ കൊണ്ട്. ഇതിനകത്തൊരു ആത്മീയ പാഠം, നമുക്ക് വേണ്ടി രക്തം ചിന്തി വീണ്ടെടുത്ത കർത്താവിനേക്കാൾ ഉപരി നീ എന്തിനേലും പ്രാധാന്യം കൊടുത്താൽ അതിലായിരിക്കും കൊണ്ട് കുരുക്കുന്നത്.
അത് ഭാര്യയാന്നേലും മക്കളാന്നേലും ഭർത്താവാന്നേലും പിള്ളേരാന്നേലും മാതാപിതാക്കളാന്നേലും എന്താന്നേലും കർത്താവിനേക്കാൾ ഉപരി എന്തിനെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് കുരുക്കും. കൂട്ടായ്മയും പ്രാർത്ഥനയും ആരാധനയും എല്ലാം അങ്ങ് ഒഴിവാക്കി വെച്ച് എല്ലാവരും അല്ല, പിള്ളേര് ഇതെന്നാ യോഗത്തിന് പിള്ളേർക്ക് എക്സാം, എന്നാ പിള്ളേർക്ക് പഠിക്കാം, അങ്ങനെ പറഞ്ഞു പോയി. അവസാനം പിള്ളേര് പഠിച്ചു വേറെ രാജ്യങ്ങളിലൊക്കെ പോയി, രണ്ടുകൂടെ നാട്ടിൽ വന്ന് ഗതിയും ഗത്യന്തരവും ഇല്ലാതെ അനാഥാലയത്തിലാ. ഞാൻ കണ്ടേച്ചാ പറഞ്ഞത്, ഞാൻ കണ്ടു. ഞാൻ ഒരാളോട് ചോദിച്ചു എത്ര നാളായി? 3 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടെന്ന്. പിള്ളേരെന്തിയ? എന്നാ ഒരു ദീർഘശ്വാസം പോലെ അത് കണ്ടു. ഒരു വലിക്കുന്നതായിട്ട് വലിവിന്റെ അസുഖമൊന്നുമില്ലല്ലോ. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതിന്റെ സാരം പിള്ളേർക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്യരുതെന്നല്ല, പിള്ളേരെ സ്നേഹിക്കരുതെന്നല്ല, അവർക്ക് ഭക്ഷണം പാർപ്പിടം വേണ്ടതെല്ലാം കൊടുക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. പക്ഷേ നീ ആത്മീയ കൂട്ടായ്മയും ആരാധനയും പ്രാർത്ഥനയും ഇതെല്ലാം വിട്ടേച്ചേ, ഇത് മുഴുവൻ അലക്ഷ്യമാക്കിയേച്ചേ പിള്ളേര് എന്ന് പറഞ്ഞ് മാത്രം തന്നെ പോയാൽ ഒടുവിൽ അത് കെണിയായി തീരും. എൻ്റെ ഭാര്യ അത് നല്ലതാ. ഭാര്യയോട് കടപ്പാടും വേണമല്ലോ. കർത്താവിനേക്കാൾ ഉപരി പറഞ്ഞ് അവസാനം ഭാര്യയും മക്കളും കൂടെ സ്വന്തം ഭർത്താവിനെ, എല്ലാവരും അങ്ങനെ ആണെന്നല്ല, അനാഥാലയത്തിൽ വിടാൻ നേരത്ത് ഭർത്താവ് പറഞ്ഞു ഞാനൊരു പേര് പറയും, ആ പേരൊന്നും അല്ല, റോസമ്മേ എന്നെ ഉപേക്ഷിച്ച് പോയത്, കൈ കുടഞ്ഞേച്ച് അവർ പോയി, ഇന്ന് വരെ അങ്ങോട്ട് ചെന്നിട്ടില്ല. അമ്മയും മക്കളും പോയി. പുള്ളിയോടിയോ പറഞ്ഞതാ, ഞാൻ ജീവിച്ച കാലത്ത് ഇവർക്ക് വേണ്ടിയാ എല്ലാം ജീവിച്ചെന്ന്. പക്ഷെ ഞാനന്ന് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെന്നെ ദൈവമെങ്കിലും എൻ്റെ കൂടെ. കടമകൾ നിറവേറ്റരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, തെറ്റിദ്ധരിക്കരുത്. കർത്താവിനേക്കാൾ ഉപരി നീ എന്തിനേലും പ്രാധാന്യം കൊടുത്താൽ അതിൽ കൊണ്ട് കുരുകും. വരുവാനുള്ള ദിനം കെണി പോലെ വന്നിടാൻ, വരുവാനുള്ള ദിനം കെണി പോലെ വന്നിടാൻ, ഇരുട്ടിൻ്റെ സന്തതി അല്ലല്ലോ നാമിനി, ഇരുട്ടിൻ്റെ സന്തതി അല്ലല്ലോ നാമിനി, ഇരുട്ടിൻ്റെ സന്തതി അല്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, അത് കെണി പോലെ വരരുത്, ഓടിച്ചു മുമ്പോട്ട് പോകാം. മോശയെ പോലെ സൗന്ദര്യമുള്ള വ്യക്തികൾ ആ ദേശത്ത്, ആ രാജ്യത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ മുഖത്ത് അന്നില്ല. അത്രയ്ക്ക് സൗന്ദര്യമാണ്. 2, മോശയുടെ ഒരു വിശേഷത, നല്ല കായബലമുള്ള ആളാ. ജിമ്മിലൊക്കെ പോയോ എന്ന് എനിക്കറിയത്തില്ല, ജൂഡോ ആയിരുന്നോ മിസ്റ്റർ ഈജിപ്റ്റ് ആയിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല കായബലം, ഒറ്റയടിക്കാ ഒരു തന്നെ കൊന്ന് അല്ലേ, 1.25 അടിച്ചു, ഒറ്റയടി, അന്നേരം അവൻ ചത്തുന്നു. എന്നാ കാര്യത്ത നമ്മൾ അന്ത്യ വരെ അടിച്ച അവനിട്ട് കൊള്ളുകയല്ല, അവസാനം അവൻ പുറം കൈക്ക് ഒരു താങ്ങുക. അതാണ് അതാണ് നമ്മുടെ അഭ്യാസം. നിങ്ങൾ ശ്രദ്ധിച്ച ചിലർക്ക് ഇങ്ങനെ വീട്ടുകാരെ കാണിക്കുന്നതാ. ഉടനെ അപ്പനും അമ്മയും പറയും, അപ്പം പറയും അവന് 3 മുട്ടയും കൂടെ കടി, മുട്ടയുടെ വെള്ള. നല്ല റോഡ് പണിക്ക് പോകുകയും തടി പിടിക്കുന്നതിൻ്റെ മുന്നിൽ ചില ഒറ്റയടിക്കും അവൻ്റെ നല്ല തടി പിടിക്കുന്ന തടി കയറ്റുന്നവരെ കണ്ടില്ലേ, ലോറിയെ പുറത്തൊക്കെ നല്ല ഉരുണ്ട് തഴമ്പിരിക്കുക.
കരിങ്കല്ലിന്റെ പണിക്ക് പോകുന്ന ബേബി ഒരൊറ്റ അടി അടിച്ചാൽ മതി, ജൂഡോ അന്നേരം. പിന്നെ വീട്ടുകാരെ കാണിക്കാം, നമ്മൾ പറയാം ജിമ്മിൽ പിന്നെ അപ്പനും അമ്മയും കൂടെ അവന് മസിലൊക്കെ ആയി എല്ലിയോടി. ആ മസിലായി, നിന്റെ കൊങ്ങായിക്ക് പിടിക്കാനായി വരുന്നു. മോശെ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാ, നല്ല കായബലമാ. ഒറ്റയടിക്ക് ഒരു മിസ്രൈമിനെ നല്ല കരുത്താ. 3 മോശയുടെ ഒരു വിശേഷത, നല്ല വിദ്യാഭ്യാസം. 7:22 അപ്പോസ്തല പ്രവൃത്തി, അറിവുള്ള വാക്യം, അത് വായിച്ചു. മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. കണ്ടോ, ജ്ഞാനം. ഏതെല്ലാം അന്നത്തെ ഏറ്റവും വലിയ സർവകലാശാലയൊക്കെ മിസ്രൈമിലുണ്ടെന്ന. അവിടുത്തെ ബിരുദാനന്തര ബിരുദം എടുത്ത ആളാ മോശെ. നമ്മൾ 10ാം ക്ലാസ് ജയിച്ചത് തന്നെ അപ്പുറം ഇപ്പുറം ഇരുന്നവൻ ഒരുമാതിരി കൊള്ളാവുന്നവനായതുകൊണ്ട് എല്ലാവരുടെയും കാര്യമല്ല. പണ്ട് കോപ്പിയടിയൊക്കെ പണ്ട് ഇപ്പോഴതൊന്നും നോക്കത്തില്ല. പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോൾ ഡെസ്കിലെല്ലാം ബ്ലേഡ് കൊണ്ട് ചിരണ്ടിയാച്ചാ കുനുകുനാന്ന് ഒന്നും അറിയാൻ മേല. ബ്ലേഡ് കൊണ്ടേ കോപ്പി അടിച്ച് ജയിച്ചവരുണ്ട്, നന്നായിട്ട് പഠിച്ച് ജയിച്ചവരും, നന്നായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടവരുണ്ട്, നന്നായിട്ട് കഷ്ടപ്പെട്ടവരുണ്ട്. ഉറക്കം വന്നാലും കാല് വെള്ളത്തിനകത്തിട്ട് കഷ്ടപ്പെട്ട് വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് നന്നായിട്ട് പഠിച്ച് ജയിച്ചവരുണ്ട്. ഭക്ഷണം കഴിക്കാനില്ലെങ്കിലും പഠിത്തത്തിൽ പുറകോട്ട് പോയില്ല. അവരൊക്കെ നന്നായിട്ടുമുണ്ട്. അന്ന് ഉഴപ്പിയവർ ഇപ്പോഴും ഉഴപ്പി തന്നെ കിടക്കുക. അല്ലെ പിന്നെ സൂത്രം ഒപ്പിക്കണം. നന്നായിട്ട് ഞാൻ നാളെ എപ്പോഴും പറയും, പിള്ളേരൊക്കെ ഉള്ളിടത്ത് ഞാൻ പറയും, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആളായി പ്രഥമ പൗരനായിരുന്നു KR നാരായണൻ അവർകൾ. ഞാനിതൊക്കെ വായിച്ച് അന്തം വിട്ടുപോയി. ഉഴവൂരിന്ന് അദ്ദേഹം നടന്ന് കോട്ടയത്ത് CMS കോളേജ് വന്നാ പഠിച്ച, നടന്ന്, വണ്ടിക്കൂലിയില്ല, ഏതാണ്ട് 10-30 കിലോമീറ്റർ. ഈ പിള്ളേർക്കൊക്കെ എന്ത് സൗകര്യമാണ്. വണ്ടി മുറിക്കകത്ത് വരാത്തത് കൊണ്ടാണ്, അല്ലെ മുറിലോട്ട് കയറ്റിയാലും അവനെ ടൈ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി മുറിക്കകത്ത് വന്ന്. ഞാൻ തമാശ പറഞ്ഞതല്ല, എന്ത് അല്ലേ. കഴിക്കാനും വന്നില്ല അദ്ദേഹത്തിന്. വിശന്ന് പഠിച്ചു. അപ്പം കോട്ടയത്തൊരു വീട്ടിലൊരു അമ്മയാണ് ഭക്ഷണം കൊടുത്തത്. അദ്ദേഹം നന്ദിയുള്ളവനും നല്ല മനുഷ്യനുമാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പൗരനായി കഴിഞ്ഞ് നമ്മളെപ്പോലെ പെട്ടെന്ന് അങ്ങോട്ടും ഓടിപ്പോകാനൊക്കത്തില്ലല്ലോ. അതിൻ്റെ നിയമാനുസരണം പുള്ളി നാട്ടിൽ കേരളത്തിൽ വന്ന് വിശേഷിച്ച് കോട്ടയത്ത് വന്നപ്പോൾ ആദ്യം ആ വീട്ടിൽ പോയി ഭക്ഷണം കൊടുത്ത വീട്ടിൽ. എന്ത് നല്ല മനുഷ്യനാ. അദ്ദേഹം ലണ്ടനിൽ പോയി പഠിച്ചു. ഞാനതിന് പഠിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് നെഹ്റുവിനെയും പഠിപ്പിച്ചത്, ജവഹർലാൽ നെഹ്റുവിനെ. രണ്ടുപേരും ഒരു സ്കൂളിൽ പഠിച്ചത് ലണ്ടനിൽ. നെഹ്റു നേരത്തെ പഠിച്ചു പോന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അതിനുശേഷമാണ് ഈ KR നാരായണൻ അവർകൾ അവിടെ പഠിച്ചത്. രണ്ടുപേരും ഒരു പ്രൊഫസറാണ് പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം പ്രായമായി. പഠിച്ചു കഴിഞ്ഞ് നെഹ്റുവിൻ്റെ കഴിവ്, KR നാരായണൻ്റെ കഴിവും പ്രാപ്തിയും വിട്ടുക്കനാന്ന് മനസ്സിലായപ്പം പഠിത്തം തീർന്നപ്പോൾ ആ പ്രൊഫസർ ഒരു ലെറ്റർ എഴുതി. അധികമൊന്നും വലിച്ചു വാരി എഴുതിയില്ല, ആധാരം എഴുതും പോലൊന്നും. എഴുതിയിട്ട് അത് ഒട്ടിച്ച് KR നാരായണൻ അവരുടെ കയ്യിൽ കൊടുത്തേച്ച് പറഞ്ഞു, ഇന്ത്യയെ ചെല്ലുമ്പോൾ നെഹ്റുവിൻ്റെ കൊടുത്തേക്കണം നീ കത്ത്. നമ്മളാണ് അവിടെ മുതൽ വായിച്ച് ഊപ്പാട് വരും. എന്തുവാ പുള്ളി വായിച്ചൊന്നുമില്ല. അതുപോലെ വിവരമുള്ളവരും അറിവുള്ളവരല്ലേ. കത്ത് പൊട്ടിച്ചില്ല പുള്ളി. അദ്ദേഹം കത്തെഴുതി വെച്ച് പറഞ്ഞത് നെഹ്റുവിൻ്റെ കൊടുക്കണമെന്ന്.
ഇതെന്തുവാ എഴുതിയെന്ന് പോലും അറിയാൻ മേല. അത് ഡൽഹി വന്ന് നെഹ്റുവിനെ പെട്ടെന്ന് കാണാൻ പറ്റുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ കുറച്ച് ദിവസം തങ്ങി. ഒടുവിൽ ആരെയോ സ്വാധീനിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ കണ്ട ഉടനെ കത്ത് കൊടുത്തു. ആദ്യം കാണിക്കാൻ ഞാൻ ഒന്ന് വലിയ നെടുപ്പും ഒന്നുമില്ല, കളറും ഒക്കെ അതൊക്കെ ഉണ്ട്, ഇതിനകത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഇല്ലേ. ഓ, അപ്പം ആത്മീയത്തിലില്ലേ ഉള്ള ഈയിടെ ഒരു പാസ്റ്ററെ പറ്റി സഭക്കാർ പറഞ്ഞെന്ന്, ആ പാസ്റ്ററെ വിടണ്ടെന്ന് പെണ്ണുങ്ങളെല്ലാം കൂടെ പറഞ്ഞാൽ, ഓ നല്ല കാണാൻ നല്ല വെളുത്ത് കൊഴുത്തിരിക്കുക, ഇതുപോലൊരു പാസ്റ്ററെ ഇനി നമുക്ക്. ഞാൻ തമാശ പറഞ്ഞ, മാമയ്ക്ക് എന്നാ വിശ്വാസമില്ലേ? രാത്രി ഞാൻ ഫോൺ ചെയ്ത് വേണേ കേൾപ്പിക്കാം. എൻ്റെ ദൈവമേനോ ജോഡി ഉള്ള കാര്യമായി പറഞ്ഞത്, ഞാൻ നിർമ്മിച്ചതൊന്നുമല്ല. അതൊക്കെ ഉണ്ട്, ഇതിനകത്തുണ്ട്, ഇല്ലെന്നൊന്നും പറയരുത്. അപ്പം കത്ത് കൊടുത്തു. കത്ത് നെഹ്റു പൊട്ടിച്ച് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയ ഉള്ളടക്കം ഇതാ: ഈ വരുന്ന സ്റ്റുഡൻറ്റിനെ വെറുതെ വിടരുത്, ബ്രില്യൻ്റാ, ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്തിക്കോണമെന്ന്. എഴുതിയത് ആരാ? പുള്ളിയെ പഠിപ്പിച്ച പ്രൊഫസറാണ്. അന്നേരം തന്നെ ബർമയുടെ അംബാസഡറായിട്ട് വിടുകയായിരുന്നു. നിങ്ങൾ ചോദിക്കുന്നത് താനെങ്ങനെ ഇതെല്ലാം അറിഞ്ഞത്? അത് അദ്ദേഹം മരിച്ചപ്പം മനോരമയിൽ ഈ വാർത്തയെല്ലാം വന്നതാ. ഞാൻ കുറച്ചൊക്കെ വായിച്ചു, ഓർമ്മയിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോന്നു. പാർട്ടിയുടെ വല്ല കുഴപ്പമാണ്. അപ്പൊ ശ്രദ്ധിക്കണം, അതിൻ്റെ എല്ലാം മുമ്പിൽ ഒത്തിരി അധ്വാനങ്ങളും ഒക്കെ ഉണ്ട്. ഏത് മേഖലയിൽ നിങ്ങളെടുത്ത് അധ്വാനമുണ്ട്. അപ്പോൾ മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. വളരെ വിദ്യാനിപുണനായിരുന്നു. സകല വിഷയത്തെ പറ്റി വളരെ പഠിച്ച ആളാ മോശെ. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ഉന്നതനായിരുന്നു. അപ്പൊ മോശയുടെ വിശേഷത: 1, സൗന്ദര്യത്തിൽ ഏറ്റവും ടോപ്പ്; 2, ആരോഗ്യത്തിൽ ടോപ്പ്; 3, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം വലിയ ഘടകമാണ്. എനിക്കാണെങ്കിൽ അതില്ലതാണ്. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അത് എനിക്കിപ്പോൾ അത് വലിയ ദോഷമായിട്ട് തോന്നുന്നില്ല, അത് ഗുണമാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം എല്ലാവരും വിദ്യാനിപുണന്മാരായ എല്ലാം തുറന്ന് പറയത്തില്ല. എനിക്ക് ഈ വിവരമില്ലാത്തത് കൊണ്ട് എല്ലാ കാര്യവും അങ്ങ് പറയുകയും ചെയ്യും. അത് ഞാനിപ്പം നന്നായിട്ട് കരുതുക. ദൈവത്തിന് മഹത്വം. അപ്പൊ എന്തായാലും കൊള്ളാം, മോശ നമ്മളെ പോലല്ല, നല്ല വിദ്യാനിപുണൻ. മാത്രമല്ല നല്ല ഒരു പൊസിഷൻ തനിക്കായിട്ട് കാത്തു കിടക്കുക. നിലവിലുള്ള ഫറവോൻ നാട് നീങ്ങിയാൽ ആ കസേരയിൽ ഇരിക്കേണ്ടത് മോശയാണ്, ന്യായമായി ചിന്തിച്ചാൽ. കാരണം ഫറവോന്റെ പുത്രിയുടെ മകനായിട്ടാണ് അവിടെ വളരെ നല്ല ഒരു കസേര. മാത്രമല്ല അടുത്ത മോശയുടെ ഒരു വിശേഷത, മിസ്രയീമിലെ നിക്ഷേപത്തിന്റെ എല്ലാ ഉടമസ്ഥാവകാശം. മിസ്രയീമിലെ നിക്ഷേപം. അപ്പോൾ ധാരാളം സ്വത്തിന്റെ ഉടമസ്ഥാവകാശം. ഇത്രയേറെ ഒത്തിരി ഉണ്ട് ഇനിയും പറയാൻ, അത്തോളം ഉണ്ടങ്ങ് നിർത്താം. സൗന്ദര്യത്തില് ഒന്നാമൻ, ആരോഗ്യത്തിലും ഒന്നാമൻ, വിദ്യാഭ്യാസത്തിലും ഒന്നാമൻ, പിന്നെ സമ്പത്ത് കൊണ്ടും ഒന്നാമൻ, നല്ലൊരു കസേര. വേറെ ഒത്തിരി ഉണ്ട്, ഇപ്പം 5 എണ്ണം പറഞ്ഞാൽ മതി. ഇത്രയേറെ വിശേഷതകളുള്ള ഈ മനുഷ്യൻ തെരഞ്ഞെടുത്ത മാർഗം എന്നാണെന്നറിയാമോ? ദൈവജനത്തോടുകൂടെ കഷ്ടത. എങ്ങനുണ്ട്? ദൈവജനത്തോടുകൂടെ കഷ്ടത. ഇന്ന് രാത്രിയിൽ ചില പ്രിയപ്പെട്ടവർ ഇത് തെരഞ്ഞെടുക്കണം. മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, ഇത് തെരഞ്ഞെടുക്കാൻ കാരണം, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശയെ തിരഞ്ഞെടുക്കാൻ കാരണം, ആ അധ്യായത്തിൽ എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ: പ്രതിഫലം നോക്കിയത് കൊണ്ട്.
പ്രിയരെ, നമുക്കൊരു പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. സമ്പത്ത് വേണ്ടെന്നല്ല, വിദ്യാഭ്യാസം വേണ്ടെന്നല്ല, കുടുംബശ്രേഷ്ഠത വേണ്ടെന്നല്ല, ആരോഗ്യം വേണ്ടെന്നല്ല, വിദ്യാഭ്യാസവും വേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഇതിലെല്ലാം ഉപരി, ഇതെല്ലാം ഇവിടം കൊണ്ട് തീരുന്നതാ. സൗന്ദര്യം ഇവിടം കൊണ്ട് തീരും, വിദ്യാഭ്യാസം ഇവിടം കൊണ്ട് തീരുക, നിന്റെ കായബലമല്ല ഇതുകൊണ്ട് തീരും. പക്ഷേ നിലനിൽക്കുന്ന ഒന്നുണ്ട്, അത് നിത്യതയാ. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. അത് പ്രതിഫലം നോക്കിയത് കൊണ്ട്. ഇങ്ങനെയൊക്കെ താൻ സമർപ്പിച്ച് മുമ്പോട്ട് വന്നത് കൊണ്ട് ദൈവപുരുഷൻ എന്ന പദവി ലഭിച്ചത്. ഒരു കാര്യം പറഞ്ഞ നമുക്ക് 9:30 നിർത്തുന്നത്. ഞാനൊരു 9:28 പ്രസംഗം നിർത്തും. പോരെ? അതോ 9:25 വേണോ? എപ്പോൾ ഞാൻ എന്തിനും തയ്യാറാ? 30 മതി. വേണ്ട, 28 നിർത്താൻ. 2 എടുത്തു. എനിക്ക് തുറവ് സമയം തന്നതല്ലേ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, എന്നെ കേൾക്കുന്ന ബഹുമാന്യരായി നിങ്ങളോട് പറയാം, സൗന്ദര്യത്തിൽ പ്രശംസിക്കരുത്, ഇത് പുഴുപോലെ ക്ഷയിക്കും. ധനം പ്രശംസിക്കരുത്, കുരുകിൽ മാറിപ്പോകുമ്പോൾ ഇപ്പോൾ ഉള്ള കാശ് നല്ലൊരു പനിക്കില്ല, നല്ലൊരു കുളിരും കിടുകിടുപ്പും വരുന്നതിനില്ല. ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിലൊക്കെ ഇത് ബിസിനസ്സാ മിക്കതും. കഴിവിന്റെ പരമാവധി അങ്ങ് വന്നാലും ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. അഥവാ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായമാണ്, ആരും യോജിക്കത്തില്ല, ചെയ്യത്തില്ലെന്നറിയാം. ആ മെഡിക്കൽ കോളേജിൽ പോയി നല്ല ഒരു ഡോക്ടറെ കാണുന്നതാ നല്ലത്. പക്ഷെ നമ്മൾ മുഴുവൻ പോകുന്നത് വേറെ സ്ഥലങ്ങളില്ല. ഈയിടെ ഒരാൾ പറഞ്ഞു അവിടെ പോയാൽ മതി. ഞാൻ നല്ല ഗാർഡനാണ്, തിരുവല്ല സൈഡിലാ. നല്ല. ഞാൻ പറഞ്ഞു ബില്ല് തരുമ്പോഴും ഗാർഡന്റെ കീഴിൽ ഇരുന്നാൽ മതിയോ? ബില്ല് തരുമ്പോഴേ ചെടിയുടെ കീഴിൽ ഇരുന്ന ബില്ലടയ്ക്കുന്ന ആരാ? എന്നാൽ ബില്ല് വരുമ്പോൾ പറയാ, എന്നാ ആരെങ്കിലും പരിചയമുണ്ടോ? പുന്നുച്ചായന് വല്ലോ പരിചയമുണ്ട്, ബേച്ചായനുമായിട്ട് അടുപ്പമുണ്ടോ? അയന ബില്ല് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ, വന്നവരെ വിടുവിക്കൽ ബിസിനസ്സാണ്. ഒരു അത്യാവശ്യ കാര്യത്തിന് ചെന്ന് ഉടനെ അങ്ങ് പരിശോധന മുഴുവൻ എന്തൊക്കെയോ പരിശോധിക്കുന്നു. ഡ്രൈവറെ പിടിച്ച് പരിശോധിച്ച് കളയും. ഡ്രൈവർ ഞാൻ പുള്ളിയെ കൊണ്ടുവന്ന നിനക്കും ഉണ്ട് അസുഖം. ഡ്രൈവർക്ക് പോലും അവിടെ. നിങ്ങൾ ഇതിന്റെ ഈ ബിസിനസിന്റെ തന്ത്രം നിങ്ങൾ നോക്കിക്കേ. സൗജന്യ നേത്ര ചികിത്സ, സൗജന്യ ക്യാമ്പ്. ഏതാ? ചുമ്മാ ഇരിക്കുന്നവർ ഓടുക, സൗജന്യം എന്ന് കേട്ടതാ. ആ ഒരു പാചകമാ പോകാൻ പ്രേരിപ്പിച്ച്. ഭാര്യയും ഭർത്താവൂടെ അവിടെ ചെന്നപ്പം ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല. ഭാര്യ നോക്കിയപ്പം ഉടനെ അവരുടെ ബിസിനസിൻ്റെ അത് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഉടനെ എന്തുകൊണ്ടോ അത് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഇടത്തെ ഞരമ്പ് വലത്തെ ഞരമ്പിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ പോകുന്നതായിട്ട്, അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വലത്തെ കണ്ണിൻ്റെ കാഴ്ച പോകാൻ ചുമ്മാ വരയ്ക്കാത്തിരുന്ന തള്ളയാ. അവർ രാവിലെ വേറെ ദിവസം വായിച്ചോണ്ടിരുന്ന കണ്ണാടി ഇല്ലാതെ. സൗജന്യമെന്ന് കണ്ടത് കൊണ്ടാ. ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് ഇടത്തെ കണ്ണിന് ബാധിക്കും. പിന്നെ ഒട്ടും കാണാൻ മേലാതെ ഉടനെ പോകാൻ വഴി എന്നാ കണ്ണാടി വെക്കണം. വെക്കാം ഡോക്ടറെ. എന്നാ കണ്ണാടിക്കെല്ലാം നോക്കി. കണ്ണാടിയുടെ ഫ്രെയിം 17,000, കണ്ണാടിക്ക് 22. 17, 22 എത്രയാ? 39. ഒരു കണക്ക് തയ്ക്കാം, 40. അമ്മാമ്മയ്ക്ക് ആയതുകൊണ്ട് കണ്ണാടി മേടിക്കുകയും ചെയ്യും. അച്ചായനാണ് പറയോ ഇനി കുഴപ്പമൊന്നുമില്ല, ഒന്നും വേണ്ടാന്ന് പറയും. അമ്മാമ്മയ്ക്ക് വന്ന വിഷയമാണ്. അച്ചായന് പിള്ളേരോട് പറയാം, എടീ കണ്ണ് ഉണ്ട് അമ്മ വേണ്ട, കുഴപ്പമൊന്നുമില്ല ഇമ്മ. ഇനി ഈ പ്രായത്തിൽ അമ്മാവ അല്ല, മിക്കയിടത്തും അതൊക്കെയാ കണ്ടുവരുന്നത്. ദൈവത്തിന്റെ മഹത്വം. ഞാൻ ആരോഗ്യം ഉണ്ടാക്കാൻ പറഞ്ഞൊന്നുമല്ല. ഇതെല്ലാം ബിസിനസ്സാ, കൂടുതലും ബിസിനസ്സാ.
അതുപോലെ നിങ്ങൾ കേട്ടിട്ടില്ലേ, എനിക്ക് സയൻസ് ഒന്നും അറിയത്തില്ലേ, ഇപ്പം നിങ്ങൾ പറയാം അറിയാൻ മേലാത്തൻ്റെ വിവരക്കേട് അതാണീ പറഞ്ഞോട്ടെ. എന്നാ നിങ്ങളിപ്പോൾ പറയുന്നത് ആയിക്കോട്ടെ. നാട്ടിലൊക്കെ ഇപ്പം കണ്ടില്ലേ, പരിശോധനയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ പല പരിശോധന അവർ പറഞ്ഞ എന്തോ പറഞ്ഞ ഡോക്ടർ, അയ്യോ ഡോക്ടർ സ്കാൻ ചെയ്തെല്ലാം ചെയ്തേച്ച് പറഞ്ഞു ഈ അസുഖം 10 ലക്ഷം പേരിൽ ഒരാൾക്ക്. അപ്പം 10 ലക്ഷം പേരിൽ മിടുക്കൻ ആരായി? അത് വലിയ ക്രെഡിറ്റ് ആയിട്ടാ, 10 ലക്ഷം പേരിൽ. പിന്നെ വേറൊരു രീതി നിങ്ങൾ ഇതിൻ്റെ ഈ കൗണ്ട് 55,000 വരണ്ട, പക്ഷെ അമ്മാമ്മയ്ക്ക് 13,000 ഉള്ളൂ. നമുക്കിത് എന്നാന്ന് പോലും നമ്മളും ചുമ്മാ കൗണ്ട് കുറവാ. എന്നാത്തിൻ്റെ? ഡോക്ടർ പറഞ്ഞ 50,000 വേണ്ടത്, അമ്മാമ്മയ്ക്ക് എത്ര ഉണ്ട്? 3,000 താഴെ. ബിസിനസ്സാണെന്നറിയോ ഇതെല്ലാം? എടാ ഇതിലെല്ലാം ഉപരി ഒരുവൻ സ്വർഗത്തിലിരിപ്പുണ്ട്. നാട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച്, നാട്ടിലൊക്കെ, ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിലൊക്കെ ICUലോട്ട് കൊണ്ടുപോയി അവരിങ്ങനെ തുറന്നിട്ടോണ്ടിരിക്കുക. ആര് വന്നാലും നടന്നു ചെല്ലുന്നവനെ അങ്ങോട്ട് കയറ്റുക. അവൻ ബസ്സെന്നെടുത്ത് ആടി ഓടി ഈ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ കയറി ലിഫ്റ്റ് വരാൻ താമസമായിട്ട് പെട്ടെന്ന് സ്റ്റെപ്പ് കയറി അവിടെ ചെന്നാൻ പറഞ്ഞു 7 ബ്ലോക്ക് ഉണ്ട്, ഇപ്പൊ കയറ്റിക്കോളാൻ. എന്തോ ഒരു അക്രമമാണെന്ന് ഓർത്തോണം. ഞാൻ തമാശ പറഞ്ഞതല്ല. കയറ്റി ഒരു കുഴപ്പമില്ലാതെ പുള്ളി അവസാനം സീരിയസ്. ബിസിനസ്സാണ് കൂടുതലും. എന്നാൽ നമ്മൾ ചോദിക്കും ഡോക്ടറെ എങ്ങനെ, ഒന്നും പറയാറായിട്ടില്ല. കാരണം അവർക്ക് ഇച്ചിരി കാര്യങ്ങളുണ്ട്, അത് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഉടനെ മക്കൾ അമേരിക്ക, കാനഡ, അവിടെ നിന്നെല്ലാം വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉടനെ ചോദിക്കുന്നതന്നെ ഇന്നെങ്ങനെയുണ്ട് ഡോക്ടർ? ഇന്നേ വലത്തെ കണ്ണ് ചെറുതായിട്ടൊന്ന് ചലിച്ചു. അടുത്ത ദിവസം മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട്. കള്ളയത്തിട്ട് 5 ദിവസമായി. ബിസിനസ്സായതല്ല. നമ്മളെ തൊട്ട് കാണിക്കത്തുമില്ല. ഡോക്ടറെ ഒന്ന് കാണിക്കത്തില്ല. പിന്നെ എങ്ങനെ 4 മണിയാകുമ്പം ആ വട്ടത്തിൽ കൂടെ ഒരു കണ്ണടച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു 5-8 എണ്ണം പച്ചപ്പുതപ്പിനകത്ത് പുതച്ച് അതിൽ നമ്മുടെ നേരാന്ന് പോലും നമുക്ക്. പിന്നെ ഇറങ്ങി വരുമ്പം അനിയത്തി വയ്ക്കും, നീ കണ്ടോടി. ഞാൻ കണ്ടു. എന്തോ കണ്ട്? ഇത് സിംഹഭാഗവും ബിസിനസ്സാണ്. അവിടെ ഞാൻ ദൈവമക്കളോട് പറയാം, നിന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. വന്നവരെയൊക്കെ ദൈവം വിടുവിക്കട്ടെ. മരണത്തോട് മല്ലടിക്കുന്നവരെ ദൈവം രക്ഷിക്കട്ടെ. മാറാരോഗത്തിൽ വലിക്കുന്നവരെ ദൈവം വിടുവിക്കട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പണരാൽ നിനക്ക് സൗഖ്യമാ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലെ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവിടുത്തെ അടിപ്പണരാൽ സൗഖ്യം. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സൗന്ദര്യത്തിൽ പ്രശംസിക്കരുത്, ധനത്തിൽ പ്രശംസിക്കരുത്, വിദ്യാഭ്യാസത്തിലും അധികം പ്രശംസിക്കരുത്. വിദ്യാഭ്യാസം നല്ലതാ, പക്ഷെ അതിൽ മാത്രമല്ല പ്രശംസ. പ്രശംസിക്കുന്നതിന് യഹോവയിൽ പ്രശംസിക്കുക. ഓടിച്ചവസാനിപ്പിക്കുക. ആ മോശയെ പ്രതിഫലം നോക്കിയത് കൊണ്ടാണ് ഇതെല്ലാം ദൈവം വേണ്ടെന്ന് വെച്ചത്. ഇവിടെ ആ മോശ 90 സങ്കീർത്തനം 12 പറയുക. ആ 12ാമത്തെ വാക്യത്തിന്റെ 2ാം ഭാഗം വായിച്ചേ. ഞങ്ങളുടെ നാളുകളെ, എന്റെ പ്രിയരെ, നമ്മുടെ നാളുകളെ നമ്മളൊന്ന് എണ്ണണം. ഈ ഭൂമിയിൽ എത്ര നാൾ നമ്മൾ ഇനി ജീവിക്കും? ഇതൊക്കെ ഒന്ന് എണ്ണുന്നത് നല്ലതാ. എണ്ണണം. ഞാൻ എപ്പോഴും പറയും, ഈ ഒരു മനുഷ്യന് 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചാൽ നാളുകളെ എണ്ണണ്ടേ? 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചാൽ എത്ര ദിവസം ജീവിച്ചിരിക്കുമെന്നാ? ഒരു സെക്കൻഡ് അല്ലേ? 1 സെക്കൻഡ് എത്ര സെക്കൻഡാ? 1 മിനിറ്റ് 60.
എത്ര മിനിറ്റാ ഒരു മണിക്കൂർ? 60. ആന്നേ. എത്ര മണിക്കൂറാ ഒരു ദിവസം കണ്ണാടി? 24. എത്ര ദിവസമാ ഒരാഴ്ച? 7. എത്ര ആഴ്ചയാ ഒരു മാസം? ഓടെ ഒരു കണക്ക് പറഞ്ഞാൽ മതി. 4. എത്ര മാസമാ ഒരു വർഷം? 12. ന്യായമായ ഒരു കണക്കിൽ എത്ര ദിവസമാ ഒരു വർഷം? 365 കാലം എന്നൊക്കെയാ നമുക്കൊരു കണക്ക്. 365 എടുത്തു. അപ്പോൾ ആ 365 ദിവസം അങ്ങനെ നോക്കുമ്പം 80 വർഷം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ എത്ര ദിവസം കിട്ടും? 29,200 അല്ലേ? നോക്ക്, ചുമ്മായിരിക്കല്ലയോ കൂട്ട. അത് തന്നെ ഞാനും പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ, അപ്പൊ 80 വർഷം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ അവന് ലഭിക്കുന്ന ദിവസം 29,200 ദിവസമാണ്. അത്രേ ഉള്ളൂ. നമുക്കൊരു കണക്കങ്ങ് വെക്കാം. 30,000 അങ്ങ് എടുത്തു, ഒന്ന് തികയ്ക്കാനാ. ഈ 30,000 ദിവസം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ, നാട്ടിലെ രീതിയൊക്കെ വെച്ചാൽ പറഞ്ഞ ഡോക്ടേഴ്സൊക്കെ പറയുന്നതനുസരിച്ച് കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 8 അവർ പറയുന്നത്. കുറഞ്ഞത് 8 എടുക്ക. അപ്പം ഒരു ദിവസത്തിൽ ഉറങ്ങാൻ എത്രയാ? 8 മണിക്കൂർ. അപ്പം 3-1 ഉറക്കം. മൂട്ടല്ലേ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങ. അങ്ങനെ 80 വർഷം 8 മണിക്കൂർ വെച്ച് ഉറങ്ങിയാൽ മൊത്തം 30,000 ദിവസം. 3-1 പോയാൽ പിന്നെ എത്ര ദിവസം ഉണ്ട്? 20. അപ്പം 10,000 ദിവസം ഉറങ്ങി തീർത്തു. അത് പോരാഞ്ഞിട്ട് ഇവിടെയും വന്ന് ഉറങ്ങുക. അല്ലേ? അല്ല, ഇതൊന്ന് എണ്ണണ്ടേ? ഞങ്ങളുടെ നാളുകളെ ഇതൊക്കെ എണ്ണണം. 30,000 ദിവസം 80 വർഷം ജീവിക്കുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ അവൻ ദിവസം ലഭിച്ചാൽ അതിൽ 10,000 ദിവസവും ഉറങ്ങിത്തീരുക. പിന്നെ ജോലി അതവിടെ നിൽക്കട്ടെ. ഭക്ഷണം ഇവിടുത്തെ കുറച്ചുകൂടെ ക്രമീകരണമുണ്ട്. നാട്ടിലൊക്കെ ഞാൻ ഒരാളോട് ചോദിച്ചു, എത്ര നേരം ഭക്ഷണം കഴിക്കും? ഞാൻ ഓർത്തത് ഒരു 3 നേരം പറയാൻ പറഞ്ഞ് 4 നേരം കഴിക്കുമെന്ന് പറഞ്ഞു. 4 വേണ്ട, 3 എടുത്താൽ മതി. 3. ചില നല്ല സമയമെടുത്ത് കഴിക്കുന്നവരും ഉണ്ട്. നല്ല പെരുക്കുന്ന ആൾക്കാർ എല്ലാം ചോദിച്ച് മേടിച്ച് ഇരുന്ന് ആസ്വദിച്ച് കണ്ട് എടുത്ത് ബൊഫേ സിസ്റ്റം ഒക്കെ ആണെ പറയുക വേണ്ട. 5 വട്ടം പോയവനെ എനിക്കറിയാം. ഒരാൾ പറഞ്ഞു മുതലാക്കണ്ടായോ എന്ന്. അപ്പൊ സമയമെടുത്ത് നല്ല പെരുക്കുന്ന ആൾക്കാർ നല്ല പോളിങ്ങാ. കണ്ടാ ഈർക്കലി പരുവാ. വണ്ണമുള്ളവരും പുറകോട്ടല്ല, അവരും നല്ല പിടിയാ. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം, പിന്നെ കുളി, ദേവാര, ഒരുക്കം, അതൊന്നും പറയാൻ നേരമില്ല. യാത്ര, ജോലി, അതെല്ലാം കൂടെ നിങ്ങൾ ദിവസക്കണക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 15,000 എങ്കിലും പോകും. 10 ഉറങ്ങിത്തീർന്ന് കുളി, ദേവാര, ഒരുക്കം, ഭക്ഷണം, യാത്ര, ജോലി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാം കൂടെ ഒരു 15,000 ദിവസവും. 15,000 അല്ല, ഞാനൊരു കണക്ക് പറഞ്ഞതുണ്ട്. പോയിട്ട് ആകെ കൂടെ കിട്ടുന്നത് 5,000 ദിവസം തന്നെ 80 വർഷം ജീവിക്കുന്നവർക്കേ ഉള്ളൂ. നമ്മൾ ആയുസിന്റെ മധ്യാഹ്നത്തിൽ ആ കർത്താവിനെ ചിലരറിഞ്ഞത്. ചിലർ ആയുസിന്റെ സായാഹ്ന വേളയിൽ അറിഞ്ഞവരുണ്ട്. ചിലർ ആരോഗ്യവും ആയുസ്സും ഓജസ്സുള്ളപ്പോഴൊക്കെ ഉഴപ്പി അടിച്ച് നടന്നേച്ച് അങ്ങേയറ്റം പറ്റിയപ്പം വന്നവരുണ്ട്. അങ്ങനെയൊന്ന് ചിന്തിച്ചേ, എത്ര ദിവസം, എത്ര നാള് നമ്മൾ കർത്താവിന് വേണ്ടി ചെലവാക്കുന്നു. ഇന്ന് രാത്രി മോശയെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിയിര്, കർത്താവേ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഒന്ന്. ഇന്ന് രാത്രി ബഹുമാന്യരെ ഒരു കാര്യം പറയാം. ആമേൻ. നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ, സമയങ്ങൾ ഓർത്തിനി വ്യാകുലപ്പെടണ്ട. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. ഇനി ലഭിക്കുന്ന സമയം, ദിവസം, ആയുസ്, ആരോഗ്യം, അവസരം എൻ്റെ കർത്താവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്.
നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഇനി വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, തിരിച്ചു വരത്തില്ല. പക്ഷെ ഇനി ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്ന ദിവസങ്ങൾ, ദൈവം നമുക്ക് തരുന്ന ആയുസ്, ദൈവം തരുന്ന ആരോഗ്യം, നമ്മുടെ കർത്താവിനെ സാക്ഷിക്കുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിന്റെ വചനം പറയുവാൻ, അവിടുത്തെ അവൻ മകനായി മകളായി നമ്മുടെ ശിഷ്ടായുസ് തകയ്ക്കുവാൻ, നല്ല പോർ പരുതുവാൻ. ഹല്ലേലൂയ. ദൈവമക്കൾ എണ്ണേണ്ട ഒത്തിരി കാര്യമുണ്ട്. 2 കാര്യം വാക്യം വായിച്ചു വിടുന്നതേ ഉള്ളൂ, പ്രസംഗിക്കുന്നില്ല. വാക്യം വായിച്ചു വിടുന്നതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. ഫിലിപ്പിയ ലേഖനം 3:6 വായിച്ചേ. എന്തോ സംബന്ധിച്ചു വായിക്കാൻ. അവയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതെണ്ണണം. അത്രയുമല്ല, ഞാനിന്ന് പറയട്ടെ, എന്നിട്ട് പറയാം. എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഛേദമെന്ന് എണ്ണണം. 1 നാളുകളെ എണ്ണണം. 2 നമുക്ക് ലാഭമായിരിക്കുന്നതെല്ലാം ഛേദമെന്ന് അതെണ്ണണം. ഞാൻ വിവരിക്കുന്നില്ല, വാക്യം പറഞ്ഞങ്ങ് വിടുക. നിങ്ങൾ പിന്നെ ധ്യാനിച്ചോ. നമുക്കൊത്തിരി ലാഭമുണ്ട് കേട്ടോ. അതല്ല യേശുക്രിസ്തു മുഖാന്തരം. 7-ാം വാക്യം വായിച്ചേ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണിക്കൊണ്ടിരിക്കുക. ഒന്ന് എണ്ണിയാച്ച് കണ്ണും പൂട്ടിയിരിക്കുകയല്ല, ഇപ്പോഴും അത് എണ്ണുക. 11-ാം വാക്യം വായിച്ചേ. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണണം. ഛേദമെന്നെണ്ണണം. പലതും ചവറെന്നും. പക്ഷെ നമ്മൾ ചവറന്ന് എണ്ണിയത്, പൗലോസ് ചവറന്ന് എണ്ണിയതല്ല നമ്മളിപ്പം സഭയ്ക്കകത്ത് ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുവരിക എന്ന് ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ മകത്ത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 8-9 ഒന്ന് വായിച്ചു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നെന്ന് അറിയാതെ പുറപ്പെട്ടു. ഓടിച്ചു വായിര്. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശം ഒരു അന്യദേശം എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന്റെ കൂട്ടവേശലായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് ഇത് എണ്ണണം. 1 ലാഭമായിരിക്കുന്നതെല്ലാം എണ്ണണം. 2 ചവറെന്നെണ്ണണം. 3 നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്നെണ്ണണം. പ്രൈസ് ദി ലോർഡ്. ഏറെ സമയം എടുത്ത് വേറെ വാക്യങ്ങൾ ചേർത്ത് കോർത്തിണങ്ങിയാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും ഇത്രയും സമയം അനുവദിച്ചതിന്, നിങ്ങൾ എന്നെ കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി. 1 നാളുകളെ എണ്ണിക്കോണം. 2 പലതും ചവറെന്ന് എണ്ണിക്കോണം. 3 ആമേൻ സ്തോത്രം ഛേദമെന്നെണ്ണണം. 4 നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്നെണ്ണണം. ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, നിന്നെ കൈവിടത്തില്ല. മരക്കുവോളം ചുമക്കുന്നവൻ. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോകും, അവിടുത്തെ വാഗ്ദത്തങ്ങൾ വചനം മാറത്തില്ല. നിന്നെ തള്ളിക്കളയത്തിൽ, ഉപേക്ഷിക്കത്തില്ല, അനാഥനായിട്ട് വിടത്തില്ലോ. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്, ഉദ്ധരിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രി രോഗശാന്തി വെളിപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങൾ അടിയട്ടെ. ജനത്തിനെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ വെല്ലുവിളിക്കുന്ന പോരുകൾ ഇന്ന് രാത്രി അടിയട്ടെ. വിടുതൽ. അടമന ജലപടബല ദിരിവിക ബലപടമന. ഇന്ന് രാത്രി ദൈവിക വിടുതൽ യേശുവിന്റെ നാമത്തിൽ. നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ഓ റിബിക്കമന പടമന ദിരിബികമല പടമന അന്തല ജലാധാര വൈഡപ്രമന പടമന. ഓ ആയുസിനെതിരെ, ആരോഗ്യത്തിനെതിരെ, നന്മയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന പോരികൾ ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. അവിടുന്ന് വിശ്വസ്തൻ, അവിടുന്ന് വിശ്വസ്തൻ, അവിടുന്ന് വിശ്വസ്തൻ എന്ന് ഞങ്ങൾ എണ്ണുന്നു. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഇന്ന് രാത്രി ഞങ്ങൾ എണ്ണുന്നു. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് ഉടമന ബദല പട ബല ദിരിബിക ബല പടം.